कुंज बिहारी जयो राधा माधवा जयो कुंज बिहारी जय गोपीजन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जय गोपीजन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जयो यशोदानंदना जयो ब्रजनरंजना जयो यशोदानंदना जयो ब्रजनरंजना जयो यमुना तीरवनचारी जयो कुंज बिहारी जयो यमुना तीरवनचारी जयो कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे जयो जगन्नाथ जयो जगन्नाथ बालदेवा जय सुभद्रमयी जयो जगन्नाथ जयो जगन्नाथ बालदेवा जय सुभद्रमयी जय कृष्ण बालराम जय कृष्ण बालराम कृष्ण बालराम जय कृष्ण बलराम जय कृष्ण बालराम जय कृष्ण बालराम कृष्ण बालराम जय कृष्ण बलराम जय गौरामिता जय गौरामिता गौरामिता जय गौरामिता जय गौरामिता जय गौरामिता गौरामिता जय गौरामिता जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव जय जय गुरुदेव 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 जय जय गुरुदेव हरिनाम संकीर्तन महायज्ञ की जय हरिनाम संकीर्तन युग धर्म की जय ग्रंथराज श्रीमद् भागवतम भगवद गीता पढ़ने यज्ञ की जय श्रीला प्रभुपाद की जय श्री गुरुदेव की जय गौर प्रेमानंद हरे कृष्णा ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय .
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കാമോ? കേൾക്കാം പ്രഭുജി. ഒരു മിനിറ്റ് പ്രഭുജി. എല്ലാവരുടെ അടുക്കലും ഒന്ന് പറയണേ, അൺമ്യൂട്ട് ചെയ്യല്ല ഡ്യൂറിങ് ദ ക്ലാസ്. എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ഡിസ്റ്റർബിങ്. സ്പീക്കർക്കും ആ ഫ്ലോ കിട്ടാതെ വരുന്നു. ദയവായി എല്ലാവരും മ്യൂട്ട് ചെയ്യേണ്ടതാണ് ക്ലാസ് നടക്കുമ്പോൾ. ദയവായി എല്ലാവരും ശ്രദ്ധിക്കുക. മാതാജി അതാണ് സൂചിപ്പിച്ചത്. ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തില് ഒന്നാമത്തെ സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ കൃപയാൽ എത്തിച്ചേർന്നിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുനയഃ സാധു പൃഷ്ടോഹം ഭവതീർലോകമംഗളം യത്കൃതഃ കൃഷ്ണ സംപ്രശ്നോ യേനാത്മാ സുപ്രസീദതി മുനയഃ സാധു പൃഷ്ടോഹം ഭവദ്ഭിർലോകമംഗളം യത്കൃതഃ കൃഷ്ണ സംപ്രശ്നോ യേനാത്മാ സുപ്രസീദതി. മുനയഃ സാധു പൃഷ്ടോഹം ഭവദ്ഭിർലോകമംഗളം യത്കൃതഃ കൃഷ്ണ സംപ്രശ്നോ യേനാത്മാ സുപ്രസീദതി. സൂപ്പർ ശ്ലോകം. മുനയഃ അല്ലയോ മുനിമാരെ, സാധു ഇത് ഉചിതമാക്കുന്നു, പൃഷ്ടോ ആരാഞ്ഞു, അഹം ഞാൻ, ഭവദ്ഭിർ നിങ്ങളെല്ലാവരും, ലോകം മംഗളം യത് ആകയാൽ, കൃതഃ നിർമ്മിച്ചു, കൃഷ്ണ പരമദിവോത്തമ പുരുഷൻ, സംപ്രശ്നഃ ഉത്തമ അന്വേഷണങ്ങൾ, യേന അതനുസരിച്ച്, ആത്മാവ്, സുപ്രസീദതി പൂർണ്ണ പ്രസന്നനായി. വിവർത്തനം. അല്ലയോ മുനിമാരെ, നിങ്ങൾ എന്നോട് ആരാഞ്ഞവയൊക്കെ ഭഗവത് സംബന്ധിയാകയാൽ മൂല്യമുള്ളവയാകുന്നു എന്ന് മാത്രമല്ല, അവയൊക്കെ ലോകക്ഷേമ സാങ്കത്യമുള്ളവയുമാകുന്നു. ഈ വണ്ണമുള്ള അന്വേഷണങ്ങൾക്ക് മാത്രമേ ആത്മാവിനെ പൂർണ്ണ തൃപ്തനാക്കാൻ സാധ്യമാകുകയുള്ളൂ. ഒന്നുകൂടെ വായിക്കാം. അല്ലയോ മുനിമാരെ, നിങ്ങൾ എന്നോട് ആരാഞ്ഞവയൊക്കെ ഭഗവത് സംബന്ധിയാകയാൽ മൂല്യമുള്ളവയാകുന്നു എന്ന് മാത്രമല്ല, അവയൊക്കെ ലോകക്ഷേമ സാങ്കത്യമുള്ളവയുമാകുന്നു. ഈ വണ്ണമുള്ള അന്വേഷണങ്ങൾക്ക് മാത്രമേ ആത്മാവിനെ പൂർണ്ണ തൃപ്തനാക്കാൻ സാധ്യമാകുകയുള്ളൂ. ഭാവാർത്ഥം. AC ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ശ്രീമദ് ഭാഗവതം നിരപേക്ഷ സത്യം ഏതെന്ന് അറിയിക്കുന്നു. ശ്രീമദ് ഭാഗവതം നിരപേക്ഷ സത്യം ഏതെന്ന് അറിയിക്കുന്നു എന്ന് മുൻപ് തന്നെ പറഞ്ഞിരിക്കയാൽ നൈമിഷാരണത്തിലെ മുനിമാരുടെ അന്വേഷണങ്ങൾ ഉചിതവും നീതിയുക്തവുമാകുന്നു. എന്തെന്നാൽ അവയൊക്കെ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ചവയാണ്. ഭഗവത്ഗീതയിൽ 15:15 സർവ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെ എന്ന് അരുളി ചെയ്യുന്നു. സർവവേദങ്ങളും ശ്രീകൃഷ്ണ ഭഗവാൻ ആരെന്ന അന്വേഷണ വ്യഗ്രത ഉണ്ടാക്കുന്നവയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് പരമദിവ്യോത്തമ പുരുഷൻ അരുളി ചെയ്യുന്നു. ആകയാൽ അഖില വേദ പഠനങ്ങളുടെയും രത്ന ചുരുക്കം കൃഷ്ണ ഭഗവാനെ സംബന്ധിക്കുന്ന അന്വേഷണങ്ങളാണ്. ലോകം മുഴുവൻ ചോദ്യോത്തരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചോദ്യോത്തരങ്ങളിൽ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും വ്യാപൃതരായിരിക്കുന്നു. പ്രഭാതത്തിൽ കൂട്ടിലെ പക്ഷികൾ ചോദ്യോത്തരങ്ങളിൽ മുഴുകുന്നു.
അതുപോലെ സായാഹ്നത്തിൽ മടങ്ങിയെത്തുന്ന അതേ പക്ഷികൾ ചോദ്യോത്തരങ്ങളിൽ വ്യഗ്രതരാകുന്നു. മനുഷ്യരും രാത്രിയിൽ ഗാഠനിദ്രയിൽ അല്ലാത്ത പക്ഷം ചോദ്യോത്തരങ്ങളിൽ വ്യാപരിക്കുന്നു. ചന്തയിലെ വ്യാപാരികൾ ചോദ്യോത്തരങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു. അതേപോലെ അഭിഭാഷകരും പാഠശാലയിലെയും കലാശാലയിലെയും വിദ്യാർത്ഥികളും അന്വേഷണ നിഗമനങ്ങളിൽ സദാ വ്യാപൃതരായിരിക്കുന്നു. പാർലമെന്റിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും പത്രപ്രതിനിധികളുമൊക്കെ ചോദ്യോത്തരങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അത്തരം അന്വേഷണങ്ങളും പ്രത്യുത്തരങ്ങളും ജീവിതത്തിൽ ഉടനീളം വ്യാപരിക്കുന്നുണ്ടെങ്കിലും അവർ ഒരിക്കലും സംതൃപ്തരാകുന്നില്ല. കൃഷ്ണ സംബന്ധ വിഷയങ്ങളിൽ അനുയോജ്യമായ വണ്ണം ഉത്തരം ലഭിക്കുക വഴി മാത്രമേ ആത്മസംതൃപ്തി പ്രാപ്തമാകുകയുള്ളൂ. കൃഷ്ണ സംബന്ധ വിഷയങ്ങളിൽ അനുയോജ്യമായ വണ്ണം ഉത്തരം ലഭിക്കുക വഴി മാത്രമേ ആത്മസംതൃപ്തി പ്രാപ്തമാവുകയുള്ളൂ. കൃഷ്ണൻ നമ്മുടെ ഉറ്റ സുഹൃത്തും യജമാനനും പുത്രനും പ്രേമവാചനവുമൊക്കെയാണ്. കൃഷ്ണനെ വിസ്മരിക്കുകയാൽ സമാധാനമുണ്ടാകേണ്ടതായ നിരവധി പ്രശ്നങ്ങൾ നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അവയ്ക്കൊന്നും തന്നെ നമുക്ക് പൂർണ്ണ പോം വഴി കണ്ടെത്തുവാനാകുന്നില്ല. കൃഷ്ണനൊഴികെയുള്ള സർവ്വതും താൽക്കാലിക തൃപ്തി മാത്രമേ നൽകുന്നുള്ളൂ. ആകയാൽ പരിപൂർണ സംതൃപ്തിക്കായി നാം കൃഷ്ണ സംബന്ധ അന്വേഷണ നിഗമനങ്ങളിൽ വ്യാപൃതനാകണം. ചോദ്യങ്ങളില്ലാതെ പ്രത്യുത്തരമില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കുക നമുക്ക് സാധ്യമല്ല. കൃഷ്ണ സംബന്ധ ചോദ്യോത്തരങ്ങളാൽ സമ്പൂർണമാണ് ശ്രീമദ് ഭാഗവതം. മാത്രവുമല്ല, ഈ അതീന്ദ്രിയ സാഹിത്യം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഉത്തുംഗമായ സംതൃപ്തി ലഭിക്കുന്നു. ശ്രീമദ് ഭാഗവത അഭ്യാസനം നിശ്ചയമായും നടത്തേണ്ടതും അങ്ങനെ സാമൂഹിക രാഷ്ട്രീയ മതസംബന്ധമായ സമസ്ത പ്രശ്നങ്ങൾക്കും പരിപൂർണ പരിഹാരം ഉണ്ടാക്കേണ്ടതുമാകുന്നു. ശ്രീമദ് ഭാഗവതവും കൃഷ്ണനും സർവചരാചരങ്ങളുടെയും രത്ന ചുരുക്കമാകുന്നു. ഓം തത്സത്. ശ്രീല പ്രഭുപാദികി ജയ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹന ലളിതാ ശ്രീ വിശാഹാനിതാം ച. ഹേ കൃഷ്ണ കരുണ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപിയ കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ജന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരി പ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനെ ഗൗർതിഷേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗദ്ഗതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധുവേവ ച പദാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രശായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം സദായ കൃഷ്ണ പൃഷ്ഠായ ശ്രീമതി മഹാവിഷ്ണു ഗോസ്വാമി നാമിനെ നമാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവത പഥ സമേത സേ പ്രചാരണേ ലോകധാരണേ ശ്രീല മഹാവിഷ്ണു ഗോസ്വാമി നാമിനെ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ,
വളരെ സന്തോഷം ഉണ്ട്. ഇന്ന് വളരെ ഒരു നല്ല ഒരു ശ്ലോകമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഭഗവാൻ തന്നിരിക്കുന്നത്. ഈ ശ്ലോകം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ശ്ലോകമാണ്. കാരണം ഇതിനകത്തുള്ള പർപ്പട്ടിലുള്ള രണ്ടാമത്തെ പാരഗ്രാഫ് ഞാൻ പല ക്ലാസ്സുകളിലും ഇത് തപ്പിയെടുത്ത് വായിക്കാറുണ്ട്. കാരണം ഇത് വളരെ നല്ലൊരു ഒരു ടോപ്പിക്കാണ്. രണ്ടാമത്തെ പാരഗ്രാഫ് വളരെ വളരെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരു വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതൊരു സത്യവുമാണ്. വിവർത്തന അതിൽ എക്സ്പ്ലനേഷനായി പോകുന്നതിന് മുമ്പ് വിവർത്തനം ഒന്നുകൂടെ വായിക്കാം. അല്ലയോ മുനിമാരെ, ഈ ശ്ലോകത്തിന്റെ അർത്ഥമാണ്: നിങ്ങൾ എന്നോട് ആരാഞ്ഞവയൊക്കെ ഭഗവത് സമ്മതിയാകയാൽ മൂല്യമുള്ളവയാകും എന്ന് മാത്രമല്ല, അവയൊക്കെ ലോകക്ഷേമ സംഘാത്യമുള്ളവയാകും. ഈ വണ്ണമുള്ള അന്വേഷണങ്ങൾക്ക് മാത്രമേ ആത്മാവിനെ പൂർണ്ണ തൃപ്തനാക്കാൻ സാധ്യമാവുകയുള്ളൂ. ഒരുപാട് ഡിസ്കഷൻസ് ഇവിടെ ഈ ലോകത്ത് നടക്കുന്നു. എവിടെയും ഡിസ്കഷൻസ് ആണ്. ലോകം മുഴുവനും ചോദ്യോത്തരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ചോദ്യോത്തരങ്ങളിൽ മനുഷ്യർ മാത്രമല്ല, പക്ഷികളും മൃഗങ്ങളും ഒക്കെ വ്യാപൃതരാകുന്നു. തീർച്ചയായിട്ടും ട്രീസിന് ചെടികൾക്കും തമ്മിലും സംഭാഷണം ഉണ്ടെന്നാണ് പറയുന്നത്. കൃമികീടങ്ങൾക്ക് തമ്മിൽ സംഭാഷണമുണ്ട്. എറുമ്പുകൾക്കും നല്ലൊരു സംഭാഷണമുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ നല്ലൊരു ടീം വർക്ക് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ? ഉറുമ്പുകൾ തമ്മിലും സംഭാഷണം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഈ ചെയ്യുന്ന സംഭാഷണം എങ്ങനെ തുടങ്ങുന്നു വെച്ചാൽ, പ്രഭാതത്തിലെ ആൾക്കാര് അല്ലെങ്കിൽ ജീവികൾ ഉണർന്ന് എഴുന്നേറ്റ ഉടൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് സംഭാഷണം തുടങ്ങും. അതുകൊണ്ടാണ് കിളികളുടെ സംഭാഷണം നമ്മൾ രാവിലെ ചെന്ന് കിരി 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 കിരിന്ന് ഈ ചെടിയുടെ മുകളിൽ വൃക്ഷങ്ങളുടെ മുകളിൽ ഇരുന്ന് കേന്നൊക്കെയുള്ള കലബല 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 എന്ന് പക്ഷികളുടെ ശബ്ദം കേൾക്കാറുണ്ട്. ഇത് പരസ്പരമുള്ള സംഭാഷണമാണ് സ്വാഭാവികമായിട്ട്. കൂട്ടിലെ പക്ഷികൾ ചോദ്യോത്തരങ്ങളിൽ പ്രഭാതത്തിൽ മുഴുകാൻ തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ എയിച്ചതും അങ്ങോട്ട് എയിച്ച ഉടൻ തന്നെ സംഭാഷണം തുടങ്ങുകയാണ്. അതുപോലെ ആ കിളികൾ കുറച്ച് വെളിയിലോട്ടൊക്കെ പോയി കറങ്ങി അടിച്ച് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് അതേ കൂട്ടിലേക്ക് വരുമ്പോൾ വന്ന ഉടൻ തന്നെ പരസ്പരം അന്നത്തെ കഥകളൊക്കെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ കിളികളും പക്ഷികളും ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതേപോലെ മനുഷ്യരും രാത്രി ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി എല്ലാം കലബലാന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. പരസ്പരം സംസാരിക്കും. മനുഷ്യരും രാത്രി ഗാഠനിദ്ര അല്ലാത്ത പക്ഷം ചോദ്യോത്തരങ്ങളിൽ മുഴുകിയിരിക്കും. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന് പോയ കാര്യം എന്തായി, അദ്ദേഹത്തിന്റെ ഫോൺ വന്നല്ലോ, അത് എന്തു പറഞ്ഞു, കല്യാണമാണ്, നമുക്ക് ഏത് ഡ്രസ്സ് എടുക്കാം, ആരെയൊക്കെ വിളിക്കണം, അങ്ങനെ എന്തെല്ലാം ചർച്ചകൾ. അതേപോലെ ചന്തയിലെ വ്യാപാരികൾ ആലോചിച്ച് നോക്കിക്ക്, ഈ സാധനത്തിന് എത്ര, ആ സാധനത്തിന് എത്ര വില. അപ്പൊ വില ചോദിക്കും. വില കുറച്ച് കിട്ടൂലേ? കിട്ടില്ല. ഡിസ്കൗണ്ട് ഉണ്ടോ? ഇല്ല. ഉണ്ട്. അപ്പുറത്തെ കടയിൽ ഇതിനേക്കാൾ വില കുറവുണ്ടല്ലോ, എങ്കിൽ അവിടെ പോയി മേടിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചന്തയിലെ വ്യാപാരികളും ചോദ്യോത്തരങ്ങളിൽ വ്യാപൃതരായിരിക്കുക. അതേപോലെ തന്നെ നമുക്കറിയാം, അഭിഭാഷകർ നാക്കുള്ളവരാണെന്ന് പറയും അല്ലെ? അവരെന്താ ചെയ്യുന്നത്? കോടതിയിൽ പോയി കക്ഷികൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ക്രോസ് ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു എക്സാമിനേഷൻ തന്നെ ഉണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക, അവർ ഉത്തരം പറയുക, ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കക്ഷികളെ പിടിച്ച് കൂട്ടിൽ കേട്ട് വിരട്ടുന്ന പരിപാടി അഭിഭാഷകർ ചെയ്യുന്നുണ്ട്. കോടതി ഉള്ള എല്ലാ ദിവസവും കോടതിയിൽ ഇത് കാണാം. അപ്പൊ അവിടെയും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ പാഠശാലയിൽ പോകുമ്പോൾ പിള്ളേര് ടീച്ചർമാർ പഠിപ്പിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരങ്ങൾ ടീച്ചർമാർ പറയുന്നു. അവിടെയും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നന്നായി നടക്കുന്നു. അതേപോലെ തന്നെ കോളേജുകളിലും അത് തന്നെയാണല്ലോ, ചോദ്യവും ഉത്തരം തന്നെയാണ് അവിടെ ചർച്ച. പിന്നെ പിള്ളേർക്ക് തമ്മിലുള്ള ചർച്ച എന്ത്? ആ ടീച്ചർ പഠിപ്പിച്ചത് മനസ്സിലായില്ല, ഈ ടീച്ചർ കൊള്ളാം, ആ ടീച്ചറിന്റെ നോട്ടുണ്ടോ, ഞാൻ നോട്ട് എഴുതിയിട്ടില്ല, അസൈൻമെന്റ് നാളെ വയ്ക്കണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച. കലാശാലയിലെ വിദ്യാർത്ഥികളും അന്വേഷണ നിഗമനങ്ങളിൽ സദാ വ്യാപൃതരായിരിക്കും. അതേപോലെ നമ്മളിപ്പോ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ് അല്ലെ? അപ്പൊ ഇലക്ഷന് വീട് വീടാന്തരം കയറി പാർലമെന്റിൽ പോകാൻ വേണ്ടി കാൻഡിഡേറ്റ്സ് വന്ന് വീട് വീടാന്തരം കയറി ഇറങ്ങി. അപ്പൊ എല്ലാം ചർച്ചകളുണ്ടായി. TV മുഴുവനും ചർച്ചകളാണ്. ഏത് പാർട്ടി കൊള്ളാം, ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം, ഏത് മോശം എന്നുള്ള മൊത്തം ചർച്ചകൾ TV മുഴുവനും. പണ്ടാണ് ഒരു ചാനലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ മൊത്തം ചാനലാണ്. മൊത്തം ചാനലുകളിലും സംഭാഷണത്തിന്, ടോപ്പിക്കിനോ യാതൊരു ക്ഷാമവും ഇല്ലാതെ ചർച്ചകൾ പൊടിക്കുകയാണ്. ഇനി ജയിച്ച് എത്തിയ പാർലമെന്റിൽ എന്താണ് നടക്കുന്നത്? MP മാരെല്ലാം പോയിട്ട് ജനപ്രതിനിധികളെല്ലാം കൂടെ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഭരണപക്ഷത്തിന് പ്രതിപക്ഷം ചോദിക്കുന്നു. ഭരണപക്ഷം ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായ ആൻസർ പ്രതിപക്ഷം ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായ ആൻസർ ഭരണപക്ഷം പറയുന്നില്ല.
ഉടനെ ബോയ്ക്കോട്ട് ചെയ്യുന്നു, പിടിച്ചു വയ്ക്കുന്നു, പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യ ഉത്തരങ്ങൾ കൊണ്ട് അമ്മാനമാടുകയാണ്. ഇതിനിടയിൽ പത്രപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതെന്തിങ്ങനെ, ഇതെന്തിങ്ങനെ, അങ്ങനെയാണോ താങ്കൾ പറഞ്ഞത്, ഇങ്ങനെയാണോ താങ്കൾ പറഞ്ഞത്, അങ്ങനെ ചെയ്യുമെന്നല്ലേ പറഞ്ഞത്, ഇങ്ങനെ ചെയ്യുന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പത്രപ്രതിനിധികളെല്ലാം ആയിരം ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോ കടക്ക് പുറത്ത് എന്ന് തിരിച്ച് ആൻസറും കിട്ടുന്നു. അപ്പൊ കടക്ക് പുറത്ത് അങ്ങനെ പറഞ്ഞത് ശരിയാണോ? അടുത്ത ചർച്ച സ്റ്റാർട്ട് ചെയ്തു. അതിനെക്കുറിച്ച് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടും ചർച്ച തീർന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുകയാണ്. അങ്ങനെയുള്ള അന്വേഷണങ്ങളും പ്രത്യുത്തരങ്ങളും ജീവിതത്തിലുടനീളം വ്യാപരിക്കുന്നുണ്ടെങ്കിലും ഇനി പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. അവർ ഒരിക്കലും സംതൃപ്തർ ആകുന്നില്ല. എന്തുകൊണ്ട് സംതൃപ്തരാകുന്നില്ല? അവർക്ക് എന്തോ ഒരു മിസ്സിംഗ് ലിങ്ക് എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. ആ മിസ്സിംഗ് ലിങ്ക് കൃഷ്ണാവബോധമാണ്. കൃഷ്ണ സംബന്ധ വിഷയങ്ങളിൽ അനുയോജ്യമായ വണ്ണം ഉത്തരം ലഭിക്കുക വഴി മാത്രമേ ആത്മസംതൃപ്തി പ്രാപ്തമാവുകയുള്ളൂ. അതാണ് പോയിന്റ്. അപ്പോൾ ഈ ചർച്ചകളിലൂടെ എല്ലാം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തെങ്കിലും ആരും സംതൃപ്തരല്ല എന്നതായിട്ടാണ് ഭൗതിക ലോകത്തിൽ കാണപ്പെടുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ അവർ ആത്മാവിനെ സംതൃപ്തിപ്പെടുത്തുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. മനസ്സിനെ സംതൃപ്തിപ്പെടുന്ന വിഷയങ്ങൾ, ശരീരത്തിനെ സംബന്ധിക്കപ്പെടുന്ന വിഷയങ്ങൾ, ബുദ്ധിക്ക് ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അവരാകുന്ന ആത്മാവ്, നമ്മൾ ഓരോരുത്തർ ആത്മാവാണ്. ആത്മാവിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളെ കുറിച്ചും പരമാത്മാവിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളും ചർച്ചയ്ക്കേ വരുന്നില്ല. അതുകൊണ്ട് ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് നമ്മളാകുന്ന ആത്മാവ്, നമ്മൾ ബോഡി അല്ല, നമ്മൾ ആത്മാവാണ്. ഭഗവത്ഗീതയുടെ പ്രഥമ പാഠം അതാണ്. അപ്പൊ നമ്മളെ സംബന്ധിക്കുന്ന യഥാർത്ഥ വിഷയം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആയി മാറും. വി ആർ നോട്ട് ദിസ് ബോഡീസ്. നമ്മൾ ഈ ശരീരമല്ല. നമ്മൾ ശരീരത്തിനകത്തുള്ള സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും കൊണ്ട് നിർമ്മിതമായ ഈ ജയിലിനകത്ത് വസിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവാണ് നമ്മൾ. ഒരു സമയം കഴിയുമ്പോൾ ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും നമുക്ക് നഷ്ടപ്പെടും. സ്ഥൂല ശരീരത്തിലെ മനസ്സാകുന്ന മനസ്സിലുള്ള ആഗ്രഹം അനുസരിച്ച് മറ്റൊരു സ്ഥൂല ശരീരം വീണ്ടും കിട്ടും. അങ്ങനെ ജനനമരണ ചക്രത്തിൽപ്പെട്ട് നമ്മൾ കോടാനുകോടി ജന്മങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും നമ്മൾ ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല. നമ്മുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മളാകുന്ന ആത്മാവും നമ്മൾ സേവ ചെയ്യേണ്ട പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചോ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ശരീരം മാറി പോകുന്നുണ്ട്. നമ്മൾ ഒരിക്കലും സംതൃപ്തരാകുന്നില്ല. എപ്പോഴാണോ നമ്മൾ ശരീര സംബന്ധമായ വിഷയങ്ങൾ മാറ്റിവെച്ചിട്ട് സ്ഥൂല ശരീരത്തിനെ കുറിച്ചും സൂക്ഷ്മ ശരീരത്തിനെ കുറിച്ചും ഇമ്പമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് നിർത്തി അതിനുപരിയുള്ള അതിനകത്തുള്ള യഥാർത്ഥമായ നമ്മൾ ആത്മാവിനെ കുറിച്ചും ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചും, പരമാത്മാവ് എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മൾ തമ്മിലുള്ള സ്വരൂപം, നമ്മുടെ യഥാർത്ഥ ഭഗവാന്റെ സേവകർ എന്നുള്ള സ്വരൂപ സിദ്ധി നമ്മൾ എന്ന് വരുന്നുവോ, എന്നിട്ട് നമുക്കുള്ള യഥാർത്ഥ ആക്ടിവിറ്റീസ് ഭഗവാനായിട്ടുള്ള ബന്ധം എന്താണെന്നോ അത് തിരിച്ചറിയാനും അത് അറിയാൻ വേണ്ടിയുള്ള ചർച്ചയ്ക്കും മാത്രമേ സംതൃപ്തി നമുക്ക് നൽകാൻ കഴിയൂ എന്നാണ് ഇന്നത്തെ ശ്ലോകത്ത് മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് മുനിമാർ ചോദിച്ച ചോദ്യത്തിന് ഇവിടെ ശൗനക ഋഷിമാർ ചോദിച്ച ചോദ്യത്തിന് സൂതഗോസ്വാമി പറയുകയാണ്, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഭഗവാനെ സംബന്ധിക്കുന്ന വിഷയമായതാൽ ഇത് മൂല്യമുള്ളതാണ്. അവയെല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് ലോകത്തിന് തന്നെ ഗുണമുള്ള, ലോകക്ഷേമത്തിന് സാങ്കത്യമുള്ളതായി ആയതാണ് നിങ്ങളിപ്പോ ചോദ്യം ചോദിച്ചത്. അങ്ങനെയുള്ള അന്വേഷണങ്ങൾക്കും അതിനുള്ള ഉത്തരങ്ങൾക്ക് മാത്രമേ ഒരു ആത്മാവിനെ പരിപൂർണ തൃപ്തനാക്കാൻ സാധ്യമാകുള്ളൂ. ഇതാണ്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതാണ്. അതിസമ്പന്നരായ ആൾക്കാർ സംതൃപ്തരാണോ? രാഷ്ട്രീയത്തിൽ തലപ്പത്തുള്ള ആൾക്കാർ, എല്ലാ വിജയവും കൊയ്ത ആൾക്കാർ സംതൃപ്തരാണോ? ലോകത്തിൽ ഏറ്റവും നല്ല പദവിയിലെത്തിയ ആൾക്കാർ സംതൃപ്തരാണോ? ഒരുപാട് സമ്പത്തും ഫെസിലിറ്റീസും അധികാരവും സൗഭാഗ്യവും ഒക്കെ ഉള്ള ആൾക്കാർ സംതൃപ്തരാണോ? സത്യം പറഞ്ഞാൽ അല്ല. അതുകൊണ്ടാണ് അവരെക്കാളും സംതൃപ്തി അനുഭവിക്കുന്നു എന്ന് അറിയുന്ന ആൾക്കാരെ കാണുമ്പോൾ അവര് ഒരു സറണ്ടർ മനോഭാവം കാണിക്കുന്നു. ഈ ലോകത്തിലെ 99.99% ആൾക്കാരും ശാരീരികമായ സൗഖ്യത്തിന്റെ പുറകെ ഓടുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ മാനസികമായി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. എന്നാൽ അവർ ഈ ലോകത്ത് നോക്കുമ്പോൾ
കുറച്ച് മാനസിക സംതൃപ്തി അനുഭവിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാരെ കാണുമ്പോൾ അവരായിട്ട് കൺസൾട്ട് ചെയ്യാനും അവരായിട്ട് സംഘം ചെയ്യാനും അവരായിട്ട് സംസാരിക്കാനും പോകും. കാരണം ഇവർക്ക് അറിഞ്ഞൂടാത്ത ടെക്നോളജി എന്തോ അവർക്ക് അറിയാമെന്നുള്ളൊരു തോന്നലാണ് അതിന് കാരണം. അപ്പോൾ മനസ്സുഖം അനുഭവിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ശാരീരിക സുഖം മാത്രം എൻജോയ് ചെയ്ത് മടുത്ത ആൾക്കാർ ഒന്ന് ചായാൻ തുടങ്ങും, അവരുടെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ തുടങ്ങും. എന്നാൽ ശാരീരിക സുഖവും മനസ്സുഖവും അനുഭവിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ 99% ആൾക്കാർ. എന്നാൽ ഈ മനസ്സുഖം അനുഭവിക്കുന്ന ആൾക്കാർ പോലും പൂർണ്ണമായും സംതൃപ്തരല്ല, അവർക്ക് എന്തോ ഒരു മിസ്സിംഗ് ലിങ്ക് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പതുക്കെ ഈ ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ചുകൂടി അവരെക്കാൾ ഉയർന്നതായിട്ട് അവർക്ക് തോന്നുന്ന ആൾക്കാരെ കൂടെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഒരു ചായ്വ് അങ്ങോട്ടുണ്ടാവും. അപ്പൊ അവരുടെ കൂടെ കൺസൾട്ട് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങും. കാരണം ഇവർക്കില്ലാത്ത എന്തോ ഒരു ടെക്നോളജി അവർക്കുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവരുമായിട്ട് കൂടുതൽ ആകർഷിക്കപ്പെടും. ബുദ്ധിപരമായ കാര്യങ്ങൾ എത്ര തന്നെ ബുദ്ധി ഉപയോഗിച്ച കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആൾക്കാരും അവരുടെ ചൊൽപ്പടിയിൽ മറ്റുള്ള ആൾക്കാരെ നിർത്താൻ പറ്റുന്ന ആജ്ഞാ പവറുള്ള ആൾക്കാർ പോലും പേഴ്സണൽ ലൈഫിൽ അവരല്പം ഡിസാറ്റിസ്ഫൈഡ് ആയി കാണപ്പെടും. അവർക്ക് എന്തോ ഒരു മിസ്സിംഗ് ലിങ്ക് അവർക്ക് ഉള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഈ രാജാക്കന്മാരുടെ പദവിയിലിരിക്കുന്ന രാഷ്ട്രീയത്തിൽ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന ആൾക്കാർ പോലും അതിന്റെ മിസ്സിംഗ് ലിങ്ക് എന്തെന്ന് അന്വേഷിച്ച് നടക്കും. കാരണം ഈ ഭൗതിക ലോകത്തിൽ അനുഭവിക്കേണ്ട അധികാരവും പണവും ഒക്കെ എൻജോയ് ചെയ്യുന്നു. എന്നാലും എന്തോ ഒരു മിസ്സിംഗ് ലിങ്ക് അവർക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ട് അവർ ഈ ലോകത്തെ അന്വേഷിക്കാൻ തുടങ്ങും. എന്താണ് എന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി എനിക്കില്ലാതെ പോയ ഒരു മിസ്സിംഗ് ലിങ്ക് എന്താണ് എന്ന് അന്വേഷിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇതുപോലത്തെ രാഷ്ട്രീയത്തിലെ തലപ്പത്തുള്ള ആൾക്കാരും വാദ്യസമ്പന്നരും ഒക്കെ ആധ്യാത്മികമായ തലപ്പത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ നമസ്കരിക്കുന്നു. കാരണം അങ്ങനെ അവര് അഹങ്കാരം കൊണ്ട് അവർ ആരെയും നമസ്കരിക്കുന്നവരല്ല. എന്നിരുന്നാലും ഇവർക്കില്ലാത്ത എന്തോ ഒരു സുഖം ഇവർക്ക് ഉണ്ട് എന്ന് അവർ തന്നെ മനസ്സിലാക്കി അവരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആകർഷിക്കപ്പെട്ടു പോകുന്നതാണ്. അങ്ങനെ അവരെ കാണുമ്പോൾ ഇവര് ഇങ്ങനെ തൊഴിൽ കൈയോടുകൂടി നമസ്കരിച്ച് ഒന്ന് കുലിഞ്ഞൊക്കെ നിൽക്കും. അതാണ് തലപ്പത്തുള്ള ആൾക്കാർ പോലും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടും പദവിപരമായിട്ടും ഒക്കെ സമൂഹത്തിൽ തലപ്പത്തുള്ള ആൾക്കാർ പോലും ആധ്യാത്മികമായ ആൾക്കാരെ കാണുമ്പോൾ ഒന്ന് നമസ്കരിക്കുകയും ഒന്ന് തൊഴിൽ കഴിയോടുകൂടി ഒന്ന് കുലിഞ്ഞു നിൽക്കുകയും ചെയ്യും. അതിനെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് ഈ മൂന്ന് കൂട്ടർക്കും ശാരീരിക സുഖം അനുഭവിക്കുന്നവരായിക്കോട്ടെ, മാനസിക സുഖം അനുഭവിക്കുന്നവരായിക്കോട്ടെ, ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്ത് അതിലൊരു സുഖം അനുഭവിക്കുന്നവരായിക്കോട്ടെ, അവർക്ക് മൂന്ന് പേർക്കും ഇല്ലാത്ത എന്തോ ഒരു മിസ്സിംഗ് ലിങ്ക് അവർ നോക്കുമ്പോൾ ആധ്യാത്മികമായ സുഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഉണ്ട് എന്നുള്ള ഒരു സത്യം അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി അവരെ കാണുമ്പോൾ മാനസികമായിട്ട് ഒരു ആകർഷണം അവർക്ക് തോന്നുന്നത്. കാരണം ഇവർക്ക് ശാരീരികമായ അല്ലെങ്കിൽ മാനസികമായ അല്ലെങ്കിൽ ബുദ്ധിപൂർവമായ കാര്യങ്ങളിലൂടെ ഉണ്ടാവുന്ന സുഖം മാത്രമേ അവർക്ക് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ അതിന് പാൽപായസത്തിൽ ഉപ്പിട്ടതുപോലെ ഒരു പരിപൂർണ സംതൃപ്തി അവർ എത്ര തന്നെ എൻജോയ് ചെയ്താലും കിട്ടത്തില്ല. അപ്പോ അവർക്ക് കിട്ടാത്ത ഒരു സുഖം എന്തോ ഒന്ന് മിസ്സിംഗ് ലിങ്ക് ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളൊരു അന്വേഷണ തോര അവർക്കുള്ളത് കൊണ്ട് അവർ നോക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇതെല്ലാം വലിച്ചെറിഞ്ഞു പോയ സർവതംഗ പരിത്യാഗികളായ ആൾക്കാർ ആത്മരാമന്മാരായി വെളിയിൽ നിന്ന് ഒന്നും വേണ്ട, എന്നാലും പരിപൂർണ തൃപ്തനും സന്തുഷ്ടനും ഹാപ്പിയുമാണ് എന്നുള്ള രീതിയിലുള്ള ആധ്യാത്മികമായ ശരിയായ ആചാര്യന്മാരെ കാണുമ്പോൾ ഇവർക്ക് അങ്ങോട്ടൊരു ആകർഷണം തോന്നുക തന്നെ ചെയ്യും. കാരണം അവർ ശരീരമല്ല, അവരും ആത്മാവാണ്. ആത്മാവിന് കൊടുക്കേണ്ട ആഹാരം അവർ ഇത്രയും കാലവും കൊടുത്തിട്ടില്ല. അവരെപ്പോഴും സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും മാത്രമേ ആഹാരം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും സംതൃപ്തിയായിട്ടും ആഹാരമേ കൊടുക്കാതെ വച്ചിരുന്ന ആത്മാവ് വിങ്ങി പൊട്ടുകയാണ് ആഹാരമില്ലാതെ. അതുകൊണ്ടാണ് ആ മിസ്സിംഗ് ലിങ്ക് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിലും അവരിയ്ക്കുന്ന കാറിന് മാത്രമേ അവർ തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ളൂ, അകത്തുള്ള ആളിന് ഇതുവരെ ആഹാരം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർ വിശന്ന് വലയുകയാണ്. കാറ് കാണാൻ നന്നായിരിക്കുമെങ്കിലും അകത്തുള്ള ആൾ വിശന്നിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നതുപോലെയാണ് ഈ ശരീരത്തിനകത്തുള്ള ആത്മാവ് ശാരീരികമായ രീതിയിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയിട്ടും വിങ്ങി പൊട്ടാൻ കാരണം അവരാകുന്ന ആത്മാവിന് ഭക്ഷണമില്ലാതെ വിശക്കുമ്പോഴാണ് അവർ വിങ്ങി പൊട്ടുന്നത്. അതുകൊണ്ടാണ് ആ മിസ്സിംഗ് ലിങ്ക് എന്ത് എന്ന് അവർ തിരയാൻ തുടങ്ങുന്നത്. അങ്ങനെ ആ മിസ്സിംഗ് ലിങ്കിലേക്കുള്ള ഈ അന്വേഷണം അവർ തുടങ്ങുന്നതിനെയാണ് അഹതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത്. ആൾക്കാർ ഞാൻ ആര്, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, ഭഗവാൻ എന്നൊന്നും ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ആരാണ്, അദ്ദേഹം നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്, മനുഷ്യജന്മത്തിലെ പരിപൂർണത എന്താണ്, മനുഷ്യജന്മത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, അതേപോലെ തന്നെ ആരാണ് എൻ്റെ യഥാർത്ഥ മിത്രം, ആരാണ് എൻ്റെ യഥാർത്ഥ ശത്രു, ഈ ലോകത്തിൽ മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ശരിക്കുമുള്ള ശാന്തിസൂത്രം എന്താണ്,
ഇതൊക്കെ അയാൾ ചിന്തിക്കാൻ തുടങ്ങും. ഇതൊക്കെ ഭൗതികമായ എത്ര പദവിയും ശാരീരികമായ ഉയർന്ന പൊസിഷനും ഒക്കെ കിട്ടിയിട്ടും ഇതുപോലത്തെ ചോദ്യങ്ങൾ എന്തുകൊണ്ടോ ഒരു പെൻഡിങ് ഉള്ളതുപോലെ അവർക്ക് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ഒരു ഫീലിങ്ങിൽ നിന്നുമാണ് യഥാർത്ഥ മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം ആഹാരം കഴിക്കുക, ഉറങ്ങുക, ഇണയെ ആകർഷിക്കുക, സ്വരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരി എന്തെങ്കിലുമൊക്കെ ഒരു മനുഷ്യൻ ചെയ്യേണ്ടതുണ്ട് എന്ന് കോടിക്കണക്കിന് ജന്മം ഇതേ കാര്യം ചെയ്ത് 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 ചർവിത ചർവണാനാം ചവച്ചതിനെ തന്നെ വീണ്ടും ചവച്ച് അതിലെ രുചിയെല്ലാം പോയി ഒരു സുഖം അതിനകത്ത് കിട്ടാതെ വരുമ്പോൾ അതിനപ്പുറമുള്ള ഒരു സുഖം അന്വേഷിച്ച് വരുന്ന ആൾക്കാരാണ് ശാരീരിക സുഖത്തിൽ നിന്നും മാനസിക സുഖത്തിലേക്കും, മാനസിക സുഖത്തിൽ നിന്നും ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖത്തിലേക്കും, അതിൽ നിന്നും അതിലും ഒരു സുഖവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ശരിയായ സുഖം എവിടെ എന്ന് അന്വേഷിച്ച് ആത്മീയ ലെവലിലുള്ള സുഖത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാരീരിക സുഖം അനുഭവിക്കുന്ന ആൾക്കാർ ശാരീരിക ലെവലിൽ മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ്. മാനസിക സുഖം അനുഭവിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി മുകളിലുള്ള ആൾക്കാർ. അവർ ശരീരത്തിനെ താണ്ടി, സ്ഥൂല ശരീരത്തിൽ നിന്നും താണ്ടി സൂക്ഷ്മ ശരീരത്തിൽ എത്തിച്ചേർന്നു. ആ ലെവലിൽ നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും അടുത്ത ലെവലിൽ എന്ന് പറയുമ്പോൾ ബുദ്ധിപൂർവമായ സുഖം അനുഭവിക്കുന്ന ആൾക്കാർ സൂക്ഷ്മ ശരീരത്തിൽ തന്നെ മറ്റൊരു മെറ്റീരിയലായ ബുദ്ധി ലെവലിലാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അവര് ഈഗോ മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് തടസ്സമായി ഉണ്ട്. എന്നാൽ അതിനെയും അതിജീവിക്കുന്ന ആൾക്കാർ സൂക്ഷ്മ ശരീരത്തിനെ അതിജീവിച്ച് നമ്മളാകുന്ന യഥാർത്ഥ ആത്മാ ലെവലിൽ എത്തിയിരിക്കുന്നു. ആ ലെവലിലുള്ള ചിന്താഗതികൾക്ക് മാത്രമേ പരമാത്മാവിനെ കുറിച്ചുള്ള അന്വേഷണത്തോടെ ഉണ്ടാവൂ. ഇപ്പൊ ഭഗവാനെ കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാര് ഒരിക്കലും ശാരീരിക നിലവാരത്തിലുള്ള ആൾക്കാരല്ല. അവർ സ്ഥൂല ശരീരത്തിലുള്ള നിലവാരത്തിലുള്ള ആൾക്കാരല്ല, സൂക്ഷ്മ ശരീരത്തിലുള്ള നിലവാരത്തിലുള്ള ആൾക്കാരല്ല. അതുക്കും ഉപരി ആത്മാവ് എന്നുള്ള ലെവലിൽ എത്തിയ ആൾക്കാർ മാത്രമേ അതിലുപരിയുള്ള പരമാത്മാവിനെ കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. അപ്പൊ ഭഗവത് ചർച്ച നടക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ ശാരീരിക ബോധം ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ ഭഗവാന്റെ ചർച്ചകൾ തന്നെ നടത്തുന്ന ലെവലിലേക്ക് ഉയരാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് ഓരോ ലെവലിലുള്ള ആൾക്കാർക്ക് അടുത്ത ലെവലിലേക്ക് വരാൻ തടസ്സം എന്താണെന്ന്. ശാരീരിക ലെവലിലേക്കുള്ള ആൾക്കാർക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ തടസ്സമായി നിൽക്കുന്നത് ഓപ്പോസിറ്റ് സെക്സ്, അവരുടെ ശരീരത്തിന് ആകർഷണമുള്ള മറ്റൊരു ഓപ്പോസിറ്റ് സെക്സിന്റെ ശരീരമാണ് അവർക്ക് തടസ്സമായി നിൽക്കുന്നത്. അതിലുള്ള ആകർഷണം ഇരിക്കുന്നിടത്തോളം കാലം അവർ അതിന്റെ പുറകെ ഓടി 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 സമയങ്ങൾ കളയും. എന്നാൽ അവർ സംതൃപ്തരാകത്തുമില്ല. അങ്ങനെ ഒരുപാട് പ്രാവശ്യത്തിന്റെ പുറകെ ഓടി മനസ്സ് മടിക്കുന്ന, അനുഭവിച്ചില്ലെങ്കിലും മനസ്സ് മടുക്കുന്ന ഒരു കാലം വരുമ്പോൾ ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് കുറച്ച് സ്വസ്ഥമായിട്ട് മനസമാധാനം കിട്ടിയാൽ മതിയേ എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തും. അപ്പൊ അവര് ആത്മാവിന്റെ പുറം ചട്ടയായ സൂക്ഷ്മ ശരീരവും അതിൻ്റെയും പുറം ചട്ടമായ സ്ഥൂല ശരീരവും നിന്ന്, സ്ഥൂല ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് 5 കമ്പോണൻസ് കൊണ്ടാണ്. എന്താണ്? പഞ്ചഭൂതങ്ങളാകുന്ന 5 കമ്പോണൻസ്. അതാണ് ഈ ഭൗതിക ശരീരം. ആ ശരീരത്തിൽ എനിക്ക് ഒരു സുഖവും കിട്ടുന്നില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു മാനസികാവസ്ഥ. ആ ഒരു തിരിച്ചറിവ്, അതാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. ആ ലെവലിൽ നിന്നുകൊണ്ട് അടുത്ത ലെവലിലേക്ക് പോകാൻ ചിന്തിക്കും. അപ്പോ പഞ്ചഭൂതങ്ങൾ അടങ്ങിയ ഈ ശരീരം എന്ന് പറയുന്നത് ഏതാണ്? ഭൂമി, അഗ്നി, വായു, ജലം, ആകാശം. ഇത് വെച്ചുള്ള ഈ ശരീരം കൊണ്ട് എനിക്ക് ആനന്ദിക്കാൻ കഴിയൂല എന്നൊരു തിരിച്ചറിവ് കോടിക്കണക്കിന് ജന്മങ്ങൾ കഴിഞ്ഞിട്ട് മനസ്സിലാവും. അതിനുശേഷം ഇതൊന്നും ഇല്ലാതെ വെറുതെ ഇരുന്നാലും മനസ്സമാധാനം മതിയേ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഭഗവാൻ ഉള്ളതിൽ സ്ഥൂല ശരീരം കൊണ്ട് സൂഹിക്കാൻ പറ്റില്ല എന്നുള്ള അറിവുള്ള ആൾക്കാർ മാത്രമാണ് മനസ്സമാധാനം മതിയേ എന്ന് പറയുന്ന സെക്കൻഡറി ലെവലിലെത്തി. അവർ സൂക്ഷ്മ ശരീരത്തിന്റെ കമ്പോണൻസ് ആയ മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്നുള്ളതിൽ മനസ്സിനെ കൂടുതൽ പ്രയോജനപ്പെടുത്തി ശാരീരിക ബോധത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരായി ഉയർത്തപ്പെട്ടിരിക്കുക. അവർ മനസ്സിലുള്ള സുഖം പരമമായ സുഖമായിട്ട് എൻജോയ് ചെയ്യും, ശാരീരിക സുഖത്തിൽ നിന്ന് അല്പം മാറി നിൽക്കും. എന്നാൽ അവിടെയും അതും ഒരു ഭൗതികമായ ശരീരം തന്നെയാണ്, സൂക്ഷ്മ ശരീരം. അതുകൊണ്ട് തന്നെ അത് നമ്മളല്ല, നമുക്ക് കിട്ടിയ ഒരു വെഹിക്കിൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഊട്ടി ഉറപ്പിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം പെർമനന്റ് ആയിട്ടുള്ള ഒരു സന്തോഷം അല്ല. അതുകൊണ്ട് തന്നെ മനസ്സുഖം കിട്ടുന്ന ആൾക്കാരും ഒരു സമയം കഴിയുമ്പോൾ എന്തോ ഒരു മിസ്സിംഗ് ലിങ്ക് അവർക്ക് ഫീൽ ചെയ്യും. കാരണം അവരാകുന്ന ആത്മാവിന് ആഹാരം കിട്ടുന്നില്ല. അവർക്ക് കിട്ടിയ വണ്ടിയെ മാത്രമേ, വെഹിക്കിളിനെ മാത്രമേ വൃത്തിയാക്കുന്നുള്ളൂ.
അപ്പോ അവിടെയും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. അപ്പോ അവർ അടുത്ത ലെവലിലേക്ക് അവരുടെ യഥാർത്ഥ ആനന്ദം കിട്ടാനുള്ള വഴി അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിൽ തന്നെ മറ്റൊരു കമ്പോണന്റ് ആയ ബുദ്ധിയെ അവർ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അത് ശരിയായ ഒരു പാത തന്നെയാണ്. മനസ്സ് പല തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ബുദ്ധിയാണ് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അതിനെ പിന്തിരിപ്പിക്കുന്നത്. അപ്പൊ അത് അടുത്ത ലെവലിൽ എത്തിയതിന്റെ തെളിവാണ് ബുദ്ധിപരമായ കാര്യങ്ങളിൽ മനസ്സ് ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ബുദ്ധി കൊണ്ട് അതിനെ തടുക്കുകയും അതിനെ ഉപദേശിക്കുകയും ചെയ്യുന്ന നെക്സ്റ്റ് ലെവലിലേക്ക് അവർ ഉയർന്നുമ്പോൾ അവര് ബുദ്ധിപരമായ ലെവലിലേക്ക് എത്തും. എന്നാൽ ആ ലെവലും ഏത് തന്നെയാണ്? ഭൗതികമായ ചിന്താഗതിയിലുള്ള ലെവൽ തന്നെയാണ്. പക്ഷെ ആദ്യത്തെ 2 ലെവലിനേക്കാളും കുറച്ചുകൂടി കൊള്ളാം. ബോഡി ലെവലിലുള്ളതിനേക്കാളും കൊള്ളാം. മാനസികമായ രീതിയിൽ നിന്ന് ചിന്തിക്കുന്ന ലെവലിനേക്കാളും കൊള്ളാം ബുദ്ധിപരമായ കാര്യം. എന്നാൽ ബുദ്ധിപരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളിനൊരു കഴിവുണ്ടായിരിക്കും. അവർ ശാരീരികമായ സുഖം അനുഭവിക്കുന്ന ആൾക്കാരെയും മാനസികമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ആകർഷിക്കാനുള്ള കഴിവ് ഇവർക്ക് വന്നു ചേരും. അപ്പോൾ മനസ്സുഖത്തിൽ നിന്നും അടുത്ത ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും തടസ്സം ഓപ്പോസിറ്റ് സെക്സും മറ്റുള്ള ഓപ്പോസിറ്റ് സെക്സിന്റെ ശരീരവും തന്നെയാണ് തടസ്സമായി നിൽക്കുന്നത്. എന്നാൽ ബുദ്ധിസുഖം എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം കിട്ടും. കാരണം അവരുടെ ചൊൽപ്പടിയിൽ ഈ ലോകം നീങ്ങും. അവർ പറയുന്നത് പോലെ ഈ ലോകത്തിൽ ഭരണചക്രം മുന്നോട്ട് പോകത്തുള്ളൂ. അവർ പറഞ്ഞ അനുസരിക്കാൻ ആൾക്കാരുണ്ടാവും, പദവി ഉണ്ടാവും. ഇവർ വളരെ ആജ്ഞാശക്തി ഉള്ളവരായി മാറും ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ട് അവർ ഈ ഭൗതിക ലോകത്തിൽ നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് അഹങ്കാരം പിടിപെടും. ഈ അഹങ്കാരമാണ് അവർക്ക് ആധ്യാത്മികമായ യഥാർത്ഥ അവരുടെ സ്വരൂപത്തിന് തിരിച്ചറിയാനുള്ളതിന് തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് സൂക്ഷ്മ ശരീരത്തിൽ മിഥ്യാഹങ്കാരം എന്നുള്ള ഒരു കമ്പോണന്റ് കൂടെ ഉണ്ട്. അങ്ങനെ മിഥ്യാഹങ്കാരം എന്നുള്ളത് ഞാനാണ് വലുത്, ഞാൻ പറയും പോലെ ഈ ലോകത്ത് കാര്യങ്ങൾ നടക്കണം, ഞാനാണ് ശരി, ഞാൻ പറയുന്ന പോലെ മറ്റുള്ളവർ അനുസരിക്കണം, എന്നെ മറ്റുള്ളവർ സേവ ചെയ്യണം, ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ കർത്തവ്യം, ഞാനാണ് വലുത്, ഞാൻ എന്നുള്ളൊരു ഭാവം ഉള്ളതാണ് മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത്. കാരണം നമ്മൾ യഥാർത്ഥ യജമാനനല്ല, നമ്മൾ ബേസിക്കലി ദാസനാണ്. എന്നാൽ യജമാനനാണെന്നുള്ളൊരു ഭാവം വരുമ്പോൾ അത് മിഥ്യാഹങ്കാരമായി മാറും. അതാണ് അവരുടെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് പോകാൻ അവർക്ക് തടസ്സമായി നിൽക്കുന്നത്. അപ്പോ അതിക്കും മേലെ കയറണമെങ്കിൽ അവരും ഇതെല്ലാം എൻജോയ് ചെയ്ത് അടിയും കിട്ടി പൊളിറ്റിക്സും കളിച്ച് വിദ്യാഹങ്കാരം ഒരു ദിവസം നല്ല രീതിയിൽ വളമിട്ട് വളർത്തും, ഒരു ദിവസം പുകഴ്ത്തി പറഞ്ഞ ആൾക്കാർ മൂക്കുകുത്തനെ നമ്മളെ തറയിലടിച്ച് കളയും. അങ്ങനെ അപ്പും ഡൗണും സുഖവും ദുഃഖവും പുകഴ്ത്തലുകളും കുത്തുവാക്ക് പറച്ചിലും എല്ലാം കേട്ട് ഒരു സമയം കഴിയുമ്പോൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഇതൊക്കെ വേണ്ട എന്ന് തോന്നുന്ന ഒരു കാലം വരും. അപ്പൊ ഇതിനപ്പുറം എന്തോ ഒരു മിസ്സിംഗ് ലിങ്ക് പെൻഡിങ് ഉള്ളത് പോലെ, എത്രയോ സമയം വേസ്റ്റ് ആക്കി ശരിയായ കാര്യം നമ്മൾ ചെയ്യാത്തത് പോലെ ഒരു ഫീലിംഗ് വരുമ്പോൾ അതൊക്കെ മുകളിൽ സന്തോഷമുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ടല്ലോ, അവർ എവിടെ നിന്നാണ് ഈ സന്തോഷം കണ്ടെത്തുന്നത്, അവർക്കുള്ള ആനന്ദം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള ചിന്താഗതി വരുമ്പോഴാണ് ആധ്യാത്മികമായ ലെവലിലുള്ള ആൾക്കാരെ, ആധ്യാത്മിക ലെവലിൽ നിന്നും ചിന്തിക്കുന്ന ആൾക്കാരെ, സോൾ ലെവലിൽ നിന്നും ചിന്തിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു ആകർഷണം തോന്നുന്നു. അപ്പൊ അവരെടുത്ത് നമ്മൾ നൈസ പോയി കൺസൾട്ട് ചെയ്യും, നമ്മുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയും. ഒറ്റയ്ക്കിരിക്കുമ്പോഴേ ചെയ്യത്തുള്ളൂ, എല്ലാവരും കാണുമ്പോൾ ചെയ്യൂല. കാരണം ഈഗോ അവരെ അനുവദിക്കത്തില്ല. എന്നാൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സത്യസന്ധമായി എത്രയോ കോടി ജന്മങ്ങൾക്ക് ശേഷം നമ്മൾ തുറന്ന് സംസാരിക്കാൻ തുടങ്ങും, നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് തുറന്നത്. അത് നല്ലതാണ്. ഒരു ഡോക്ടറിന്റെ ഫ്രണ്ടിൽ പോയി സത്യസന്ധമായി ഒരു പേഷ്യന്റ് നമ്മുടെ ബുദ്ധിമുട്ട് എന്തെന്ന് തുറന്ന് പറയുന്നത് പോലെ അവിടെ പറയുന്നത് നല്ലതാണ്. കാരണം അവരെ സഹായിക്കാൻ മറ്റുള്ളവർക്ക് പറ്റും. അപ്പൊ സോൾ ലെവലിൽ നിന്ന് ചിന്തിക്കുന്ന ആൾക്കാര് അവരോട് പറയും, വി ആർ നോട്ട് ദിസ് ബോഡി, വി ആർ നോട്ട് മൈൻഡ്, വി ആർ നോട്ട് ഹാർട്ട്, വി ആർ നോട്ട് ഇന്റലിജന്റ്. നമ്മൾ അതുക്ക് മുകളിൽ ഉള്ള ആത്മാവാണ് നമ്മൾ. ഇത്രയും കാലം, ഇത്രയും കോടിക്കണക്കിന് ജന്മം നിങ്ങൾ വളമിട്ട് വളർത്തിയത് നിങ്ങൾ ശരീരത്തിന് മാത്രമായിരുന്നു. സ്ഥൂല ശരീരത്തിനെയും സൂക്ഷ്മ ശരീരത്തിനകത്തുള്ള മനസ്സിനെയും ബുദ്ധിയെയും മാത്രമേ നിങ്ങൾ വളമിട്ട് വളർത്തിയുള്ളൂ. നിങ്ങളുടെ മിഥ്യാഹങ്കാരത്തിനെയാണ് ഇത്രയും കാലം നിങ്ങൾ വളർത്തിയത്. അതുകൊണ്ടാണ് നിങ്ങൾ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കുന്നത്. കാരണം ഈ ശരീരത്തിന് സ്ഥായിയായ കാലമില്ല, ഒരു കാലം കഴിയുമ്പോൾ നശിച്ചു പോകും. അപ്പൊ നശിച്ചു പോകുന്നതിനെയാണ് നിങ്ങൾ വളർത്താൻ ഇത്രയും കാലം ശ്രമിച്ചത്. എന്നാൽ എന്നേക്കുമായുള്ള നിങ്ങളുടെ ആത്മാവിന് വേണ്ടി നിങ്ങൾ ഒന്നും ഇത്രയും കാലം ചെയ്യാത്തത് കൊണ്ട് ആത്മാവ് വിശന്ന് വലയുന്നു. ആ വിശപ്പാണ് നിങ്ങളുടെ ഡിസ്സാറ്റിസ്ഫാക്ഷനായി നിങ്ങളുടെ മുഖത്ത് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം വളമിട്ട് വളർത്തിയ കാര്യത്തിന് വേണ്ടി ഇനി വളമിട്ട് വളർത്താൻ നിൽക്കാതെ
ആത്മാവാകുന്ന നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ, സ്വാർത്ഥരാകൂ, ഇനിയെങ്കിലും ഒന്ന് സ്വാർത്ഥരാകൂ, അവരവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ എന്ന് ആധ്യാത്മികമായ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർ ഇവരെ ഉപദേശിക്കും. ഈ ഉപദേശം കേൾക്കണമെങ്കിൽ, ഈ ചെവി തരണമെങ്കിൽ നമ്മൾ കോടിക്കണക്കിന് ജന്മം എടുക്കുമെന്നാണ് പറയുന്നത്. കാരണം അല്ലാതെയുള്ള ഈ ഡിസ്കഷനോ കൺസൾട്ടേഷനോ ഇതുപോലത്തെ മഹാപുരുഷന്മാരോ കാണാനുള്ള പുണ്യം നമുക്കില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് ആ പുണ്യമില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ ചുറ്റുമറ്റമുള്ള ആൾക്കാർ എങ്ങനെയോ അങ്ങനെയായിരിക്കും നമ്മൾ. അതാണ് ഇന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പേര്, ലോകം മുഴുവനും ചോദ്യോത്തരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. എങ്ങനത്തെ ചോദ്യോത്തരം? ശാരീരിക ലെവലിലുള്ള ആൾക്കാർ ശാരീരിക ലെവലിലുള്ള ആൾക്കാരുമായിട്ട് ചർച്ച എങ്ങനെ ഇരിക്കും? കുരങ്ങും മറ്റൊരു കുരങ്ങും സംസാരിക്കും പോലെ ഇരിക്കും. ഈനാമ്പച്ചിക്ക് മരപ്പട്ടിക്കൂട്ട്, അതാണ് നല്ലൊരു വാക്ക്. ഈനാമ്പച്ചിക്ക് മരപ്പട്ടിക്കൂട്ട്. അപ്പൊ അവർ തമ്മിലുള്ള സംഭാഷണം എങ്ങനെ ഇരിക്കും? ആ നിലവാരേ കാണത്തുള്ളൂ. ശാരീരിക ലെവലിലുള്ള ആൾക്കാർ ശാരീരിക ലെവലിൽ മാത്രം എൻജോയ് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിച്ചാൽ അവരുടെ നിലവാരം എന്നും ശാരീരിക ലെവലിലായിട്ട് താന്നു പോകും. മാനസിക ലെവലിലുള്ള ആൾക്കാർ മാനസിക ലെവലിലുള്ള തന്നെയുള്ള മറ്റുള്ള ആൾക്കാരായിട്ട് തന്നെ സംഭാഷണം ചെയ്താൽ അവർ അതേ ലെവലിൽ കണ്ടിന്യൂ ചെയ്യും. ബുദ്ധിപരമായ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന ആൾക്കാർ പരസ്പരം സംഭാഷണം ചെയ്യുമ്പോൾ അവർ ആ നിലവാരത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരിക്കലും നമുക്ക് മുകളിലുള്ള ആൾക്കാരായിട്ട് സംഭാഷണം ചെയ്യാത്ത പക്ഷം നമുക്ക് അങ്ങനെ ഒരു ലോകത്തിനെ കുറിച്ച് അറിയാനും പറ്റൂല, അങ്ങനെ ഒരു ലോകത്തേക്ക് നമുക്ക് പോകാനും പറ്റില്ല. ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരു കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഹരേ കൃഷ്ണ, എല്ലാവരും കേൾക്കാമോ? കേൾക്കാം പ്രഭു. താങ്ക് യു. അതായത് ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു പുലിയും ഒരു കഴുതയും തമ്മിൽ ഒരു ചർച്ച. എന്താണ് ചർച്ച? കഴുത പറയുകയാണ്, ഈ കാട്ടിൽ എല്ലാ പുല്ലിനും നീല നിറമാണ് എന്നൊരു ചർച്ച. ഉടനെ പുലി പറയാണ്, ഇല്ല, കാടിൽ മുഴുവനും പുല്ലുണ്ട്, അത് ഞാൻ കണ്ടിട്ടുമുണ്ട്, അതെല്ലാം പച്ച കളറാണെന്ന് തിരിച്ചും പറഞ്ഞു. ഉടനെ കഴുത പറയാണ്, ഇല്ല, അതെല്ലാം നീല നിറത്തിലാണ്. ഉടൻ പുലി പറയുകയാണ്, ഇല്ല, അത് പച്ച നിറം, എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് പുല്ലിനെ എന്ന് പറഞ്ഞു. ഇവിടെ വലിയ ചർച്ചകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയും ബഹളവും തർക്കവും ഒക്കെ ആയി. അപ്പൊ അവർ രണ്ടുപേരും കൂടെ ഒരു കാര്യം തീരുമാനിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രാജാവിന്റെ അടുത്ത് പോകാം, രാജാവ് പറയട്ടെ ഇതിനൊരു തീർപ്പ്. മാധ്യസ്ഥം രാജാവിന് വിളിച്ചു. അങ്ങനെ കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ അടുത്ത് പുലിയും പോയി കഴുതയും. എന്നിട്ട് കഴുത അവിടെ തുറന്നു പറഞ്ഞു, മഹാരാജാവേ, നമ്മുടെ കാട്ടിലുള്ള എല്ലാ പുല്ലിനും നീല നിറമല്ലേ? ഞാനിത് എത്ര പറഞ്ഞിട്ടും ഈ പുലി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുലി പറയാണ്, സിംഹമേ, അങ്ങ് പറയൂ, ഈ കഴുത പറയാണ് എല്ലാത്തിനും നീല നിറമെന്ന്, പുല്ലിന് പച്ച നിറമല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ കഴുത വീണ്ടും ചോദിച്ചു, ഞാൻ പറഞ്ഞതല്ലേ ശരി എന്ന് കഴുത ചോദിച്ചു. ഒരു രാജാവ് പറഞ്ഞു, അതെ, കഴുത പറഞ്ഞതാണ് ശരിയെന്ന്. ഉടൻ പുലി അന്തം വിട്ടുപോയി. അതെന്താ എന്ന് ചോദിച്ചു. അപ്പൊ കഴുത വളരെ ഹാപ്പി ആയിട്ട് വിജയശ്രീ ലാളിതനായി സന്തോഷത്തോടുകൂടി ഇറങ്ങി ഓടി. അപ്പോഴും പുലി പോകുന്നില്ല. സിംഹത്തിനോട് ചോദിച്ചു, അതെന്താ സിംഹമേ, അങ്ങ് രാജാവല്ലേ, അന്യായം പ്രവർത്തിച്ചിരിക്കുന്നു, അങ്ങ് ഈ പുല്ലിന്റെ നിറം പച്ച എന്ന് അങ്ങ് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു. ഉടൻ സിംഹം പുലിയുടെ ചെപ്പാക്കുറ്റി നോക്കി പ്ലാച്ച് എന്നൊരു ഒറ്റ അടി കൊടുത്തു. അതെന്താണ്, സത്യം പറഞ്ഞ എനിക്ക് അടിയും, മണ്ടത്തരം പറഞ്ഞ കഴുതയെ വെറുതെ വിടുകയും ചെയ്തല്ലോ എന്ന് ചോദിച്ചു. ഉടൻ സിംഹം പറഞ്ഞു, ഈ അടി തന്നത് ചോദ്യവും ഉത്തരവും തോറ്റതിനൊന്നുമല്ല. കഴുതയുടെ അടുത്ത് പോയി നീ ചോദ്യോത്തരം വേദി പങ്കിട്ടതിനാണ് നിനക്ക് ആദ്യത്തെ അടി. ഈ കഴുതയുടെ അടുത്ത് പോയ ആരെങ്കിലും വസ്തുനിഷ്ഠമായ ചർച്ചകൾക്ക് പോകുമോ? അത് കഴുതയല്ലേ. ആ കഴുത എന്ന് പറയുന്നത് തന്നെ വിവരമില്ലാത്ത തന്നെയല്ലേ. അവന്റെ അടുത്ത് പോയി നീ ചർച്ച ചെയ്തതിന് നിനക്കാണ് ആദ്യത്തെ അടി തരേണ്ടത് എന്നതുപോലെയാണ് ഈ ലോകത്തിൽ ചർച്ചകൾ നടക്കുന്നത്. അനാവശ്യ ചർച്ചകളാണ് ഒട്ടുമുക്ക. കഴുതയുടെ അടുത്ത് പോയി സംസാരിച്ചിട്ട് എന്ത് കാര്യം? അത് കഴുത എന്ന് പറയുന്നത് തന്നെ ബുദ്ധിയില്ലാത്ത സാധനത്തിനല്ലേ കഴുത എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ ബുദ്ധിയുള്ള വല്ലവനും പോയി സംസാരിക്കാൻ പോകാൻ പാടും.
അതിനെ മാറ്റാൻ പറ്റൂല. പിന്നെന്തിനാണ് പോകുന്നത്? പിന്നെന്തിനാണ് സമയം കളയുന്നത്? അതിന്റെ സമയം പോയി അതിന്റെ കൂടെ സംസാരിച്ച് അതിനെ മാറ്റാൻ പറ്റൂല. അതിനോട് സംസാരിച്ചിട്ട് നിനക്ക് ജയിക്കാൻ പറ്റോ? അതും പറ്റൂല. പിന്നെ ആ സംഭാഷണം കൊണ്ട് എന്തുകൊണ്ട് എന്നതുപോലുള്ള ചർച്ചകളാണ് ഇന്നത്തെ TV ചാനലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഇതുപോലത്തെ ചർച്ചകളാണ് കലിങ്കുകളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ചർച്ചകളാണ് നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത് സന്തോഷിച്ചുകൊണ്ടും മറ്റുള്ള ആളിനെ കുറ്റപ്പറഞ്ഞും കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ചർച്ച കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കേൾക്കുന്നവർക്കുണ്ടോ? പങ്കെടുക്കുന്നവർക്കുണ്ടോ? ലോകത്തിനുണ്ടോ? നാട്ടിനുണ്ടോ? വീട്ടിനുണ്ടോ? നമുക്കുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്നത്തെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന 2ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ലോകം മുഴുവനും ചോദ്യോത്തരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചോദ്യോത്തരങ്ങളിൽ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും എല്ലാം വ്യാപൃതരായിരിക്കുന്നു. പക്ഷെ ചർച്ച ശാരീരിക നിലവാരത്തിലുള്ള ചർച്ചകളാണ്, മാനസിക നിലവാരത്തിലുള്ള ചർച്ചകളാണ്. ബുദ്ധിപൂർവമായ കാര്യങ്ങൾ എന്ന് പറയുമെങ്കിലും അഹങ്കാരങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനമാടുന്ന ഈ ചർച്ചകളെല്ലാം സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവുമായ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളാണ്. അതുകൊണ്ട് തന്നെ ഈ ശ്ലോകത്തിൽ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നു, ഇങ്ങനെയുള്ള എല്ലാ ചർച്ചകളും ഈ ലോകത്ത് നടക്കുമെങ്കിലും അതാണ് അത്തരം അന്വേഷണങ്ങളും പ്രത്യുത്തരങ്ങളും ജീവിതത്തിലുടനീളം, ഈ ജീവിതത്തിൽ മാത്രമല്ല കോടിക്കണക്കിന് ജന്മങ്ങൾ നമ്മൾ മാറി എടുത്തപ്പോഴെല്ലാം പക്ഷികളായിരുന്നപ്പോഴും മൃഗങ്ങളായിരുന്നപ്പോഴും കൃമികളായിരുന്നപ്പോഴും കീടങ്ങളായിരുന്നപ്പോഴും വൃക്ഷങ്ങളായിരുന്നപ്പോഴും എല്ലാം നമ്മൾ ഇതേ ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ചർച്ചകളിലെല്ലാം ഉടനീളം വ്യാപരിക്കുന്നുണ്ടെങ്കിലും അവർ ഒരിക്കലും സംതൃപ്തരാകും. അതാണ് പോയിന്റ്. എന്താണ് സംതൃപ്തരാവാത്തതിന് കാരണം? അതുക്കും മേലെ നമ്മളാകുന്ന നമുക്ക് വേണ്ടി, ആത്മാവാകുന്ന നമുക്ക് വേണ്ടി, ആത്മാവിനെ പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചുള്ള ചർച്ച നടക്കാത്തത് കൊണ്ട് നമ്മൾ ഡിസ്സാറ്റിസ്ഫൈഡ് ആണ്. ആത്മരാമൻ എന്നുള്ള സ്റ്റേജ് എന്ന് വെച്ചാൽ ആത്മാവിനെ പരമാത്മാവായിട്ടുള്ള ബന്ധം ഉള്ളിലുള്ള കാര്യം മനസ്സിലാക്കി ആത്മാവ് പരമാത്മാവായിട്ട് സംഭാഷണം ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം അനുഭവിക്കുന്നവരാണ് ആത്മരാമൻ. അവർക്ക് വെളിയിൽ നിന്നും ഒന്നും വേണ്ട, അവർ ഉള്ളുകൊണ്ട് പരിപൂർണ്ണ തൃപ്തരാണ്. അങ്ങനെയുള്ള മുനിവരന്മാരും ഋഷിവരന്മാരും ഈ ആത്മാ ലെവലിലാണ്. ആ ലെവലിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ പരിപൂർണ്ണ ആനന്ദമുണ്ടാവൂ. അതുകൊണ്ടാണ് ആത്മരാമൻ എന്ന് പറയുന്നത്. വെളിയിൽ നിന്നൊന്നും വേണ്ട, ഞാൻ ഹാപ്പിയാണ്, കാരണം ഞാനാകുന്ന ആത്മാവ് പരമാത്മാവുള്ള ബന്ധത്തിൽ ഞാൻ പരിപൂർണ്ണ തൃപ്തനാണ്. അങ്ങനെയുള്ള ഈ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ് ശ്രീകൃഷ്ണ സംബന്ധ വിഷയങ്ങളിൽ അനുയോജ്യമായ വണ്ണം ഉത്തരം ലഭിക്കുക വഴി മാത്രമേ ആത്മസംതൃപ്തി പ്രാപ്തമാവുകയുള്ളൂ. ഈ അറിവ്, ഭഗവാനുമായിട്ടുള്ള ബന്ധം നമുക്ക് എന്താണ്? നമ്മുടെ സ്വരൂപം. ജീവേന സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസ. ജീവന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് കൃഷ്ണന്റെ ആയിട്ടുള്ള നിത്യദാസം എന്നുള്ളതാണ്. സ്വരൂപം തിരിച്ചറിയുന്ന കാലത്ത് നമ്മുടെ സ്വഭാവം മാറും. അതുവരെ സ്വഭാവം മാറില്ല. സ്വഭാവം മാറണമെങ്കിൽ നമ്മുടെ സ്വരൂപം തിരിച്ചറിയണം. നമ്മുടെ സ്വരൂപം കൃഷ്ണനായിട്ടുള്ള ബന്ധമാണെന്നും കൃഷ്ണന്റെ ദാസനാണെന്നുമുള്ള തിരിച്ചറിവാണ് നമ്മുടെ സ്വഭാവം തന്നെ മാറുന്നത്. അല്ലെങ്കിൽ നമ്മൾ ശാരീരിക നിലവാരത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും, മാനസിക നിലവാരത്തിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും, നമ്മൾ ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കുന്ന ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അഹങ്കാരം കൊണ്ട് നമ്മൾ തല നിവർത്തി നടക്കാൻ ശ്രമിക്കും. എന്നാൽ അഹങ്കാരം കൊണ്ട് തലനിർത്തിക്കുന്ന സ്റ്റേജ് ആയാലും സൂക്ഷ്മ ശരീര ലെവലാണ്. ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ സൂക്ഷ്മ ശരീരം ലെവലാണ്. നമ്മൾ മനസ്സുഖം അനുഭവിക്കുന്ന ലെവലിലാണ്. ധ്യാനം, യോഗ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സുഖം അനുഭവിക്കുന്ന ലെവലിലാണ് എങ്കിൽ മ്യൂസിക് കേട്ട് സന്തോഷിക്കുക എന്നുള്ള ലെവലിലാണ് എങ്കിൽ മനസ്സുഖം അനുഭവിക്കുന്ന സ്റ്റേജ്, അതും സൂക്ഷ്മ ശരീരം ലെവലിലാണ്. ശാരീരികമായ സുഖത്തിന്റെ പുറകെ ഓടുന്ന രീതിയിലാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖമാണ് അനുഭവിക്കുന്നത് ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോൾ സ്ഥൂല ശരീര ലെവലാണ്. ആദ്യം പറഞ്ഞത് സൂക്ഷ്മ ശരീര ലെവൽ. ഈ രണ്ടും ശാരീരിക ലെവലാണ്. അപ്പോ പരിപൂർണ്ണ തൃപ്തി കിട്ടത്തില്ല, ഹാപ്പി ആവില്ല. എന്തൊക്കെ തന്നെ ചെയ്താലും റിസൾട്ട് ഇൻഫാക്ട് ഡിസ്സാറ്റിസ്ഫാക്ഷൻ. കാരണം എന്ത്? നമ്മളാകുന്ന നമുക്ക് വേണ്ടി നമ്മൾ ഇതുവരെ ഇന്ധനം തന്നിട്ടില്ല, ആഹാരം തന്നിട്ടില്ല. നമ്മൾ ആരാണ്? ജീവേന സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസ. നമ്മൾ ആത്മാവാണ്. ആത്മാവിന് വേണ്ടിയുള്ള ആഹാരം ഭഗവത് കഥകളാണ്. ആത്മാവിന് വേണ്ടിയുള്ള ആഹാരം ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപമാണ്. ആത്മാവിന് വേണ്ടിയുള്ള ആഹാരം ഭക്തന്മാരോടുള്ള സംഘമാണ്. ആത്മാവിനുള്ള യഥാർത്ഥ ആഹാരം ഭഗവാന് നിവേദിച്ച പ്രസാദമാണ്. ഇതൊക്കെ കിട്ടുമ്പോൾ മാത്രമേ ആത്മാവിന് സംതൃപ്തി കിട്ടത്തുള്ളൂ. ഭഗവാനും നമ്മൾ തമ്മിലുള്ള വിട്ടുപോയ കണക്ഷൻ റീകണക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഹാപ്പി ആവത്തുള്ളൂ. ഇതാണ് യോഗ സമ്പൂർണത എന്നുള്ള പുസ്തകത്തിൽ ശ്രീല പ്രഭുപാദ പറഞ്ഞിരിക്കുന്നത്.
യോഗ ക്ലാസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. എന്നാൽ യോഗ എന്ന് പറയുന്നത് യോഗം എന്താണ്? പരമാത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അറിഞ്ഞൂടാതെ ഒരുപാട് യോഗകൾ ഈ ലോകത്ത് നടത്തി. എന്നാൽ ഇതെല്ലാം ശാരീരിക ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമേ, ശാരീരിക എക്സർസൈസ് മാത്രമേ, മാനസിക സുഖം കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ പഠിപ്പിച്ചു തരുള്ളൂ. യഥാർത്ഥത്തിൽ ആത്മാവിനെ പരമാത്മാവായിട്ട് ബന്ധിപ്പിക്കുന്ന ആത്മീയ ലെവലിലുള്ള ചർച്ചകൾ ഈ യോഗ ക്ലാസ്സുകളിലോ ഒന്നും കിട്ടാറില്ല. എന്നാൽ യഥാർത്ഥത്തിൽ യോഗ കൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മാവിനെ പരമാത്മാവായിട്ട് ബന്ധിപ്പിക്കുന്ന നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ഉയർത്തുക എന്നുള്ളത്. അത് ഭഗവാന്റെ കൃപയാൽ നമുക്ക് ശ്രീല പ്രഭുപാദന്റെ കാരണം കൊണ്ട് ഇസ്കോണിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഹരേ കൃഷ്ണ, കേൾക്കാമോ? അതായത് നമ്മൾ ഭക്തിയിൽ ഉയരുമ്പോ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ നിനക്ക് വട്ടുണ്ടോ, നിനക്ക് ഭ്രാന്തുണ്ടോ, നിനക്ക് വയസ്സായില്ലല്ലോ, നിനക്ക് കുറച്ചും കൂടെ കാലം കഴിഞ്ഞിട്ട് ഭക്തിയിലേക്ക് ഇറങ്ങിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ 1000 രീതിയിൽ നമ്മളെ ഉപദ്രവിക്കാനും ഉപദേശിക്കാനും ഗുണദോഷിക്കാനും ഒക്കെ ആൾക്കാർ വരും. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ തപ്പിയിട്ട് ആ ശ്ലോകം കിട്ടി. പക്ഷെ ഭാഗവത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്ലോകം നമ്പർ എനിക്ക് കണക്കാക്കി പറയാൻ അറിയില്ല. മറ്റൊരു ദിവസം ഞാൻ തപ്പി വിളിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയുന്നതാണ്. ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്, സ്വന്തക്കാരും ബന്ധക്കാരും നമ്മളെ ഭക്തിയിൽ നമ്മൾ മുന്നേറുമ്പോൾ അവർ തടസ്സമായി നിൽക്കുകയാണെങ്കിൽ അവർ നമ്മളെ ഉപദേശിക്കും. ആ ഗുണദോഷങ്ങൾ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അവരെ തർക്കിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അവരെന്ത് പറഞ്ഞാലും ശരി എന്ന് പറഞ്ഞിട്ട് ആ ഡിസ്കഷൻ കട്ട് ചെയ്യണം. ശരിയെന്ന് പറഞ്ഞില്ലെങ്കിൽ ഡിസ്കഷൻ കണ്ടിന്യൂ ആവും. ശരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭക്തി മിണ്ടാതെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നാണ്. കവിതയുടെ കൂടെ സംസാരിക്കാൻ പോയ പുലിക്കാണ് അടി, കവിതയെ അടിക്കാനേ പോയില്ല. സിംഹം പോയില്ല എന്നതുപോലെ ഭക്തി കാര്യങ്ങൾ തലയിൽ കയറാത്ത സ്വന്തം കുടുംബാംഗങ്ങളെ കൂടെ സംസാരിക്കാൻ പോകരുത്. പകരം നമ്മുടെ പേഴ്സണൽ ടൈം ഇരിച്ചവി അറിയാതെ ആരും കാണാതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആത്മരാമനായി കൃഷ്ണനുമായിട്ടുള്ള ഡയറക്റ്റ് ബന്ധം വീണ്ടും നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അവരെന്ത് പറഞ്ഞാലും ശരി എന്ന് പറഞ്ഞയക്കുക എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം കിട്ടിയെങ്കിൽ നന്നായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ തപ്പിയിട്ട് ആ ശ്ലോകം കിട്ടിയില്ല. ഇനി ഒരു ദിവസം ആ ശ്ലോകം കിട്ടുമ്പോൾ ഞാനത് ഏത് ക്ലാസ്സിന്റെ ഇടയിലും പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് റിലേറ്റീവ്സിന്റെ അടുത്തോ നമ്മുടെ ഡിയർ ഫ്രണ്ട്സിന്റെ അടുത്തോ അവര് ഡിവോഷനിൽ നമ്മൾ മുന്നേറാൻ ശ്രമിക്കും, അവരെന്തെങ്കിലും കുറ്റങ്ങൾ കുറവുകൾ പറയാൻ ശ്രമിക്കുമ്പോൾ ശരി ഇനി ഞാൻ ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ ശരി എന്ന് മാത്രം പറഞ്ഞിട്ട് ഡിവോഷൻ കണ്ടിന്യൂ ചെയ്യുക എന്നതാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അടവ്. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. അല്ലാതെ ആ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ചർച്ചകളിൽ നമ്മൾ വ്യാപൃതരാവാൻ പാടില്ല. കാരണം അവർക്ക് അതിനുള്ള യോഗമില്ലാത്തത് കൊണ്ട് അവർക്ക് ഇപ്പോഴൊന്നും അവർക്ക് മനസ്സിലാവില്ല. അത് ആത്മീയ ലെവലിലുള്ള ചർച്ചകളെ കുറിച്ച് ചില ആൾക്കാർക്ക് കേട്ടാലും ഒന്നും മനസ്സിലാവൂല, ചിലർ കേട്ടിട്ട് അന്തം വിട്ട് നിൽക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മൾ ഗുരു സാധു ശാസ്ത്രം അനുസരിച്ചാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുരുക്കന്മാരും സാധുക്കളും ശാസ്ത്രവും പറയുന്നത് അവരുടെ കൂടെ ഉടക്കാനോ ആർഗ്യുമെന്റിനോ പോകരുത് എന്നാണ്. പകരം നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അവരെടുത്ത് ശരി എന്ന് മാത്രം പറയാം, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നും കൂടെ പറയുന്നുണ്ട്. ചർച്ചകൾ എങ്ങനെ ആയിരിക്കണം. അപ്പൊ നമ്മളായിട്ട് വാഗൊണ്ട് പറയുന്ന വാക്ക് കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ്. അപ്പൊ നമ്മുടെ ഈ സംഭാഷണങ്ങൾ, ചർച്ചകൾ, ചോദ്യോത്തരങ്ങളെല്ലാം നമ്മൾ അതിനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. പുതിയ ഇഷ്യൂസ് ഒക്കെ സ്റ്റാർട്ട് ആവുന്നത് അയാൾ പറഞ്ഞത് കേട്ടില്ലേ, അങ്ങനെ അയാൾ പറയാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞാണ് അടിയും പിടിയും ഒക്കെ നടക്കുന്നത്. അപ്പോ നമ്മളെ വാക്കുകൾ ഈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിൽ നിന്നും നമ്മൾ അല്പം മാറി നിൽക്കണമെങ്കിൽ നമ്മുടെ വാക്ക് ഒരിക്കലും അതിനെ വളമിട്ട് കൊടുക്കുന്ന രീതിയിൽ ആവാൻ പാടില്ല. ഭൗതിക ചർച്ചകളൊക്കെ മാക്സിമം കുറയ്ക്കണം. നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ ഒരു സ്ഥാപനത്തിൽ പോയപ്പോൾ അവിടെ എഴുതി ഒട്ടിച്ചിരുന്ന വാക്ക് എന്നെ ആകർഷിച്ചിട്ടുണ്ട്. ഹിസ് ഗ്രേസ് പതിതാം പ്രഭു ഞാനൊക്കെ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ മറന്നുപോയി, എന്നാലും ഞാൻ ഓർക്കുന്ന വരികൾ പറയാം. അൻപേ ശിവം അൻപാക പേശു ഇനിമയാക പേശു അരുമയാക പേശു സഭയറിന്ത് പേശു സ്ഥലമറിന്ത് പേശു ചിന്തിത്ത് പേശു പേശാതെ ഇരുന്നും പഴകൂ. അതായത് നീ ചിന്തിച്ച് പറ, സഭ ഏതാണെന്ന് നോക്കി പറ, സ്ഥലം ഏതെന്ന് നോക്കി സംസാരിക്ക്, ഒന്നും സംസാരിക്കാതെ ഇരുന്ന് ഇരിക്കും എന്നാണ്. അപ്പൊ ഇതുപോലത്തെ ചോദ്യോത്തരങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ
ഈ ഒരു ലൈൻ നമ്മൾ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അനാവശ്യ ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെന്നുള്ളത് ദയവായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ നമ്മൾ ഈ ഭഗവാനെ കുറിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട് നമുക്കെല്ലാം. എന്നാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്കറിയില്ല. നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ നല്ല അടിപൊളി സ്ഥലത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ ഒരിക്കലും എല്ലാവരും കൈപൊക്കി ഡൗട്ട് ചോദിക്കാറില്ല. പലർക്കും ഡൗട്ട് ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, ഡൗട്ടൊക്കെ ഉണ്ട്. എന്നാലും ചോദിക്കുമ്പോൾ ഒരു സ്റ്റേജ് ഫിയറും ഇനി മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് നമുക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കാര്യം നമുക്കും അറിയാം, എന്താണ്, ഒരു വിഡ്ഢിയെ തിരിച്ചറിയാൻ പറ്റുന്നത് അയാൾ സംസാരിച്ച് തുടങ്ങുമ്പോഴാണ്. പണ്ഡിതനെ തിരിച്ചറിയുന്നതും അയാൾ സംസാരിച്ച് തുടങ്ങുമ്പോഴാണ്. എന്തായാലും നമ്മൾ പണ്ഡിതരെല്ലാം നമുക്ക് നല്ല ബോധമുണ്ട്. അപ്പൊ നമ്മൾ ചാടിക്കയറി ചോദ്യം ചോദിച്ച് നമ്മുടെ വിഡ്ഢിത്തം നാട്ടുകാരുടെ ഫ്രണ്ടിൽ കാണിക്കണ്ട എന്നും വിചാരിച്ചിട്ടും കൂടിയാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാത്തത്. അത് ഒരു കണക്കിന് നല്ലതുമാണ്. അപ്പോ ഇന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് സൗനക ഋഷീവരന്മാർ ചോദിച്ച ചോദ്യം നല്ലതാണ്. കാരണം അവർ ഭഗവത് സംബന്ധിതമായതായതാൽ മൂല്യമുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. പോരാഞ്ഞിട്ട് ഈ ചോദ്യത്തിന്റെ ചർച്ച നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് ലോകക്ഷേമത്തിന് ഉപകാരപ്പെടും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ചർച്ച കണ്ടിന്യൂ ചെയ്തപ്പോൾ ശ്രീമദ് ഭാഗവതം നമുക്ക് കിട്ടും. നമ്മൾ വല്ല ചോദ്യം ചോദിച്ചാൽ ശ്രീമദ് ഭാഗവതം എന്തായാലും കിട്ടാൻ പോണില്ല. കാരണം നമ്മൾ ചോദിച്ച് നമ്മൾ ഭൗതിക നിലവാരത്തിലുള്ളത് കൊണ്ട് നല്ല ചോദ്യം ചോദിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മൾ ശാരീരിക ലെവലിലുള്ളത് കൊണ്ട് നല്ല ചോദ്യം നമുക്ക് ചോദിക്കാൻ കഴിയില്ല. നമ്മൾ മാനസിക ലെവലിലാണെങ്കിലും നല്ല ചോദ്യം ചോദിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ സ്ഥൂല ശരീരത്തിന്റെ നിലവാരത്തിൽ നിന്നാണ് സംസാരിക്കുകയാണെങ്കിൽ കൂടിയും നമുക്ക് നല്ല നിലവാരമുള്ള ചോദ്യം ചോദിക്കാൻ പറ്റില്ല. മിനിമം ചോദ്യം ചോദിക്കണമെങ്കിൽ കൂടിയും നമ്മൾ ആത്മീയ ലെവലിൽ എത്തിയിരിക്കണം. അതാണ് അത്ഭുതം. ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ കൂടി നമ്മൾ മിനിമം ആത്മീയ സ്റ്റേജിൽ എത്തിയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണല്ലോ? ചോദ്യം ആൻസർ പറയാനേ പറ്റൂല, നമുക്കറിയില്ല. ചോദ്യം ചോദിക്കാനും നമുക്കുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു വേദനാജനകമായ ഒരു കാര്യമല്ലേ? എന്ത് ചോദിക്കണമെന്ന് പോലും അറിഞ്ഞിടാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ആചാര്യന്മാര് പറയുന്നത്, വെറുതെ ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട, നാമം ജപിച്ചു തുടങ്ങിക്കോളൂ. നാമം ജപിക്കുമ്പോൾ നമ്മൾ ശാരീരിക നിലവാരത്തിൽ നിന്നും സ്ഥൂല ശരീര സൂക്ഷ്മ ശരീര നിലവാരത്തിൽ നിന്നും പൊങ്ങി നമ്മൾ ആത്മീയ ലെവലിൽ നിന്നും പരമാത്മ ലെവലിൽ നിന്നും ഭഗവാൻ നമ്മൾ ആത്മബന്ധം മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ നാമം ജപിക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പൊ നാമം ജപിക്കുന്ന ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് നമ്മൾ ഏതൊക്കെ സ്റ്റേജ് താണ്ടി, ശാരീരിക ബോധം മാറി, മാനസിക ബോധം മാറി, ഇന്റലക്ച്വൽ ലെവൽ മാറി, ആത്മീയ ലെവലിലെത്തി, പോരാഞ്ഞിട്ട് ശുദ്ധ ആത്മീയ ലെവലിലെത്തുകയും ചെയ്തു. തമോ ഗുണമുള്ളവർക്ക് ജപിക്കാൻ പറ്റൂല, രജോ ഗുണമുള്ളവർ ജപിക്കൂല, സാത്വിക ഗുണമുള്ളവർ ജപിക്കാൻ തുടങ്ങും. എന്നാൽ ജപം ചെയ്യുന്ന ആൾക്കാർ ശുദ്ധ സാത്വിക ലെവലിലേക്ക് ഓട്ടോമാറ്റിക് ഉയരുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വെറുതെ ചോദ്യം ചോദിച്ച് സമയം കളയാതെ പോയി നാമം ജപിക്കൂ. നാമം ജപിക്കുമ്പോൾ സ്വയമേവ സ്ഫുരത്യതി സേവോൻ മിഹോഹി ജിഹ്വ സ്വയമേവ സ്ഫുരത്യതി. ഈ ആത്മീയ രഹസ്യങ്ങളെല്ലാം, ആത്മാവിന് കിട്ടുന്ന സംതൃപ്തിയുടെ രഹസ്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വയമേ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ നാമം ജപിച്ചാൽ മതി. നാമം ജപിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എല്ലാ അറിവും, എല്ലാ വൈരാഗ്യവും, എല്ലാ ബുദ്ധിയും നന്നായി കിട്ടിക്കോളും, വർക്ക് ചെയ്തോളും. കാരണം നിങ്ങൾ ശാരീരിക ലെവലിലല്ല നാമം ജപിക്കുമ്പോൾ, നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾ ശുദ്ധ സാത്വിക ഗുണത്തിൽ എത്തുകയാണ്. ഇത്രയും ലെവൽ താണ്ടി പോകുന്നത് കൊണ്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ജപം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആത്മീയ ലെവലിൽ എത്തിക്കഴിഞ്ഞു. ആത്മീയ ലെവലിൽ എത്തുമ്പോൾ നമ്മുടെ ചിന്താഗതിയും ബുദ്ധിയും കഴിവും നമ്മുടെ ചുറ്റുവട്ടവും നമ്മളോട് സംഘം ചെയ്യുന്ന ആൾക്കാരെല്ലാം ആത്മീയ ലെവലിലുള്ള ആൾക്കാരായി പരിണമിച്ച് വന്നുകൊള്ളും. അതുകൊണ്ടാണ് പറയുന്നത്, ഭക്തിയിൽ വരുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം, അതിൻ്റെ കൂടെ നാമവും കൂടെ ജപിച്ചിട്ട് ചോദിക്കണം. ശ്രീമദ് ഭഗവത്ഗീത ഭാഗം ഒന്നും മനസ്സിലാവുന്നില്ലേ? സാരമില്ല, നിങ്ങൾ ഒരു മാല ജപിച്ചിട്ട് വായിച്ചു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ വന്നോടൻ തന്നെ ക്ലാസ് എടുക്കുന്ന ഡ്യൂട്ടിയെ 40 ക്വസ്റ്റ്യൻ ചോദ്യം ചെയ്ത് മടക്കാനാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഭൗതിക നിലവാരത്തിൽ ശാരീരിക നിലവാരത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ആത്മീയ ലെവലിനെ കുറിച്ചുള്ള ചർച്ച നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആൻസർ പറയാൻ അറിഞ്ഞിടത്തത് കൊണ്ടല്ല അതേ ആൻസർ പറയാത്തത്. യേശുക്രിസ്തു പറഞ്ഞു, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലാത്തത് കൊണ്ട് ഞാൻ മിണ്ടാതിരിക്കും. ഞാൻ പറഞ്ഞത് മാത്രമെങ്കിലും നിങ്ങളൊന്ന് ഫോളോ ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അപ്പോ പറയാൻ അറിഞ്ഞിടാത്തത് കൊണ്ടല്ല, പറഞ്ഞാൽ കേൾക്കാൻ നിൽക്കുന്ന ആൾക്കാർ ശാരീരിക ലെവലിലുള്ള ആൾക്കാരാണ്. അവർക്ക് ഇദ്ദേഹം പറയുന്ന ആത്മീയ ലെവലിലുള്ള കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാവാത്തതുകൊണ്ടാണ് പറയാത്തത്, അല്ലാതെ യേശുക്രിസ്തുവിന് അറിവില്ലാത്തത് കൊണ്ടല്ല. എന്നതുപോലെ നമ്മളാകുന്ന വ്യക്തികൾ ആദ്യമായി ഭക്തിയിൽ വരുമ്പോൾ ക്ലാസ് എടുക്കുന്ന നമ്മുടെ ഭക്തന്മാരെ കാണുമ്പോൾ നമ്മൾ 1000 ചോദ്യങ്ങൾ ചോദിക്കും.
പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം അവര് കറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ഉത്തരം അല്ല പറയുന്നത് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. അതെന്താ അയാൾ ചോദിച്ചതിന് ആൻസർ പറയാത്തത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ അവർ ഉത്തരം പറയാത്തതിന് കാരണം നമ്മുടെ നിലവാരം ആ ലെവലിൽ എത്താത്തത് കൊണ്ട്. ആ നിലവാരത്തിൽ നമ്മളെ എത്തിക്കാനാണ് അവർ പറയുന്നത്. നിങ്ങൾ നാമം ജപിക്കൂ, കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം സ്വയമേ മനസ്സിലാവും. അത് ഭൗതിക ശാസ്ത്രത്തിൽ ശ്ലോകമുണ്ട്, സേവോന്മുഖോഹി ജിഹ്വാ സ്വയമേവ സ്ഫുരത്യതി. സേവനം നിങ്ങൾ നാക്കുകൊണ്ട് ചെയ്യുമ്പോൾ അത് സ്വയമേ നിങ്ങൾക്ക് മനസ്സിലാകും. ആധ്യാത്മിക ലെവലിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ജപിക്കുന്നത് കൊണ്ട് മാത്രം എത്തിക്കോളും. അങ്ങനെ എത്തുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ലെവലിലുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോഴുള്ള നിങ്ങളുടെ ലെവൽ വേറെ. ആ ലെവലിൽ ഇരുന്ന് നിങ്ങൾ ഏറ്റവും ഒരു 10-30 അടി പൊക്കമുള്ള, ഒരുപാട് അടി പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് ഈ ലോകത്തിനെ നോക്കുന്നതും ഏറ്റവും താഴത്തെ നിലയിൽ നിന്ന് ഈ ലോകത്തിനെ നോക്കുന്നതും കാണുന്നതിൽ വ്യത്യാസമില്ലേ? ഏറ്റവും മേളിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം കാണാം, ഏറ്റവും താഴെ നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളെ കാണാൻ പറ്റും. ഒരു നില 2 നിലയിൽ കയറിയിട്ട് വിൻഡോയിലൂടെ ജനലിലൂടെ നോക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ കാര്യം കാണാൻ പറ്റും. എന്നതുപോലെ ശാരീരിക ലെവലുള്ള ആൾക്കാർ നോക്കുമ്പോൾ കുറച്ചേ കാണാൻ പറ്റും. മാനസിക ലെവലുള്ള ആൾക്കാരെ കാണുമ്പോൾ കുറച്ചുകൂടി കാണാം, എന്നാലും പരിപൂർണമല്ല. ബുദ്ധി ലെവലുള്ള ആൾക്കാരെ നോക്കുമ്പോഴും കുറച്ച് ലെവലില് കാര്യങ്ങളെ കാണാം, അപ്പോഴും അവര് ബോഡി ലെവലിലാണ് നിൽക്കുന്നത്. അതുക്കും മുകളിലായ സോൾ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കാണണമെങ്കിൽ ആ ഏറ്റവും മേളത്തെ നിലയിൽ നിന്ന് ഈ ലോകം നോക്കും പോലെയാണ്. ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. അല്ല താഴെ നിന്നുള്ള ആൾക്കാർ നിന്നുകൊണ്ട് എവിടെ കടൽ എന്ന് ചോദിച്ചാൽ മേലിലുള്ള ആളിനെ കടൽ കാണാം, താഴെയുള്ള ആൾ നോക്കിയപ്പോൾ കടൽ കണ്ടുകൂടാ, അതും സത്യമാണ്. പക്ഷെ ലെവല് വേറെ അല്ലേ? ഏറ്റവും ടോപ്പ് ലെവലിൽ വന്നാലല്ലേ കടൽ കാണാൻ പറ്റൂ. താഴെ നിന്ന് കടലെവിടെ ഞാൻ കണ്ടില്ല എന്ന് ചോദിച്ചാൽ കടലില്ലാത്തത് കൊണ്ടാണോ കാണാത്തത്? നിങ്ങളുടെ ലെവല് വേറെ, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മേളിൽ കയറി വരൂ, പടി കയറി വരാൻ കാലമെടുക്കും. നിങ്ങൾ ലിഫ്റ്റിൽ കയറി വരൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും മുകളിലോട്ട് പോകും, പെട്ടെന്നെത്തും. ലെവലെല്ലാം താണ്ടി മേളിലോട്ട് പോകുന്നു. നാമം ജപിക്കൂ. സേവോൻ മുഹോഹി ജിഹ്വാ സ്വയമേവ സ്ഫുരത്യതി. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, എന്താണ്? 5 കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പേ നിങ്ങൾ 5 കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തും. 5 കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പേ 5 കാര്യങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. എന്താണ്? വാർദ്ധക്യത്തിന് മുമ്പ് നിങ്ങളുടെ യൗവനം പ്രയോജനപ്പെടുത്തണം, രോഗത്തിന് മുമ്പ് നിങ്ങളുടെ ആരോഗ്യം പ്രയോജനപ്പെടുത്തണം, തിരക്കിന് മുമ്പ് നിങ്ങളുടെ ഒഴിവ് സമയം പ്രയോജനപ്പെടുത്തണം, ദാരിദ്ര്യത്തിന് മുമ്പ് നിങ്ങളുടെ ഐശ്വര്യം പ്രയോജനപ്പെടുത്തണം, മരണത്തിന് മുമ്പ് നിങ്ങളുടെ ജീവിതവും പ്രയോജനപ്പെടുത്തണം. നല്ലൊരു ഉപദേശം, ശരിയല്ലേ? അപ്പോ ഭക്തി കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഇവയെല്ലാം പ്രയോജനപ്പെടുത്തണം. കാരണം മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം തീർച്ചയായിട്ടും പരമദിവ്യ ഉത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വേണ്ടി പ്രയോജനപ്പെടും. അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ ശ്രീമദ് ഭഗവത്ഗീതയുണ്ട്, ശ്രീമദ് ഭാഗവതമുണ്ട്, മഹാഭാരതമുണ്ട്, രാമായണമുണ്ട്. ഇവയിലെല്ലാം വ്യത്യസ്ത ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകളെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തണം. കാരണം എന്ത്? നമ്മളായിട്ട് ചോദ്യം ചോദിക്കാനുള്ള ബുദ്ധി നമുക്കില്ല, നമ്മുടെ ലെവലും ആ ലെവലിൽ എത്തിയിട്ടില്ല. എന്നാൽ ആ ലെവലിലുള്ള ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിന് ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. മിണ്ടാതെ ഇരുന്ന് കേട്ടാ മതി, ഒരു ചോദ്യവും ചോദിക്കാൻ നിൽക്കണ്ട, കേട്ടോണ്ടിരിക്കുക. ശ്രീമദ് ഭാഗവതം കേട്ടോണ്ടിരിക്കുക. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംഭാഷണങ്ങൾ ആരാണോ പഠിച്ചറിയുന്നത് അവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് എന്ന് ഭഗവത്ഗീതയിൽ ശ്ലോകമുണ്ട്. ബുദ്ധിയുള്ള ആൾക്കാർ കൃഷ്ണാർജുന സംഭാഷണം കേൾക്കണം. അതേപോലെ എത്ര ഡിസ്കഷൻസ് ഉണ്ട്, ചർച്ചകൾ, ചോദ്യോത്തരങ്ങൾ നടക്കുന്നുണ്ട്. ആർക്ക് തമ്മിൽ? ധൃതരാഷ്ട്രം സഞ്ജയനും തമ്മിൽ, വിതുരനും ധൃതരാഷ്ട്രം തമ്മിൽ മഹാഭാരത് ചർച്ചകൾ നടക്കുന്നുണ്ട്. യുധിഷ്ഠിര മഹാരാജാവും യമരാജൻ വന്നല്ലോ ചർച്ചയ്ക്ക്. ഏതാത്? യുധിഷ്ഠിരമാർ യക്ഷനും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട്, മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. യുധിഷ്ഠിരനും ഭീഷ്മരും തമ്മിൽ ഭീഷ്മോപദേശം ചർച്ച നടന്നിട്ടുണ്ട്. അതേപോലെ ശ്രീമദ് ഭാഗവതം എടുക്കുകയാണെങ്കിൽ സുഖദേവ ഗോസ്വാമി പരീക്ഷിത്തും തമ്മിൽ, സൂത ഗോസ്വാമി ശൗനക ഋഷിയും തമ്മിൽ, വിതുരനും മൈത്രേയനും തമ്മിൽ, നാരദനും വ്യാസനും തമ്മിൽ, കൃഷ്ണനും ഉദ്ധവനും തമ്മിൽ ഒക്കെ ചർച്ചകൾ നടക്കും. ഇവരെല്ലാം
ആത്മീയ ലെവലിലുള്ള ചർച്ചകളാണ് നടത്തിയിരിക്കുന്നത്. ഈ ചർച്ചകൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. എന്താണ് ചെയ്യേണ്ടത്? ചെവി കൊടുത്ത് കേൾക്കുക മാത്രം. ഉടനെ നമുക്കൊരാഗ്രഹം, കൃഷ്ണൻ പറഞ്ഞത് അർജുനൻ നേരിട്ട് കേട്ടു, നമുക്ക് കേൾക്കാൻ നേരിട്ട് പറ്റൂലല്ലോ, വിഷമിക്കണ്ട, ഭഗവത്ഗീത ഇവിടെയുണ്ട്. വ്യാസദേവൻ നേരിട്ട് ഉപദേശിച്ച ഈ ശാസ്ത്രങ്ങളെല്ലാം നമ്മുടെ കൈവശമുണ്ട്. ഭഗവാൻ സഹായിച്ചു ഗുരുശിഷ്യ പരമ്പരയായി നമുക്കിവിടെ ഇപ്പോഴും കലിയുഗത്തിൽ അവൈലബിൾ ആണ്. ഇനി ഇവരെല്ലാം വന്നാൽ നമ്മൾ കേട്ടോണ്ടല്ലേ ഇരിക്കത്തുള്ളൂ. നമ്മൾ അങ്ങോട്ട് ചോദിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്കില്ലല്ലോ. അപ്പൊ കേൾക്കേണ്ടത് മാത്രമല്ലേ ചെയ്യേണ്ടതുള്ളൂ. എങ്കിൽ ഏറ്റവും വലിയ സന്തോഷ വാർത്ത, അത് റെക്കോർഡും ചെയ്തു വെച്ചിട്ടുണ്ട്. ശ്രീല പ്രഭുപാദരുടെ എല്ലാ ലെക്ചറുകളും നമുക്ക് ഇംഗ്ലീഷിൽ ഇപ്പോഴും അതേ സൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന് നിന്നാൽ നമ്മൾ ചോദ്യമൊന്നും ചോദിക്കാൻ പോകുന്നില്ലല്ലോ. അതേ വ്യാസത്തിന്റെ നിന്ന് ക്ലാസ്സിലേ എടുക്കുള്ളൂ, നമ്മൾ കേട്ടോണ്ടില്ലേ ഇരിക്കുള്ളൂ. അത് ഇപ്പോഴും ശ്രീല പ്രഭുപാദന്റെ അതേ സൗണ്ടോടുകൂടി നമുക്ക് കേൾക്കാം. ഇതെല്ലാം നെറ്റിലും ഓൺലൈനിലും യൂട്യൂബിലും അവൈലബിൾ ആണ്. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നമുക്ക് കേൾക്കാം ഈ മനോഹരമായ ദിവ്യ ഗ്രന്ഥ മഹിമകൾ. എല്ലാ ദിവസവും ഇത് കേൾക്കാൻ വേണ്ടിയും കൂടിയാണ്, ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ ശ്രീ രാധാ നീലമാസ സംഘം ഈ ശ്രീമദ് ഭാഗവതം ക്ലാസ് ഓൺലൈനിലൂടെ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി, നേരിട്ടും ഓൺലൈനിലൂടെ എത്തിക്കാൻ വേണ്ടി ഈ മനോഹരമായ ശ്രീമദ് ഭാഗവത ചർച്ചകൾക്ക് വേണ്ടി അവസരം ഒരുക്കിയിരിക്കുന്നത്. മറ്റെല്ലാ ചർച്ചകളും നമ്മൾ നടത്തുന്നതിന്റെ കൂടെ ഡെയിലി രാവിലെ 8 മണി മുതൽ 9 മണി വരെയും, വൈകുന്നേരം ശ്രീ ചൈതന്യ ചരിതാമൃതം ഒരു ഡിസ്കഷൻ ക്ലാസ് കേൾക്കാനുള്ള ഒരു ഭാഗ്യം 5 മുതൽ 6 മണി വരെയും ശ്രീ രാധാ നീലമാസ സംഘം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളും അതിൽ പങ്കെടുക്കുക. ആരോടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അവർക്കെല്ലാം ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. ആരോടാണ് നിങ്ങൾക്ക് ദേഷ്യം അവർക്കും ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. കാരണം ഭാഗവതം, ഭഗവത്ഗീത ഇത്യാദി ഗ്രന്ഥങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. ശത്രുവിനും അയച്ചു കൊടുക്കുക, മിത്രത്തിനും അയച്ചു കൊടുക്കുക. എല്ലാവർക്കും സൗഭാഗ്യം ഉണ്ടാവട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചർച്ച ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ദയവായി ഭക്തജനങ്ങൾ ചോദിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നന്നായിരുന്നു പ്രഭു. താങ്ക് യു സോ മച്ച്. നല്ല ലെക്ചർ ആയിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. നല്ല ലെക്ചർ ആയിരുന്നു. എക്സാമ്പിൾസ്, കാറിന്റെ എക്സാമ്പിൾ ഒക്കെ നല്ല എക്സാമ്പിൾ ആണ്. കാറിന്റെ ഒക്കെ നല്ല കറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റിയ എക്സാമ്പിൾ ആയിരുന്നു. നമ്മൾ എന്നും കാറ് തുടച്ച് വൃത്തിയാക്കി കൊണ്ടുപോകും, പക്ഷെ അകത്തുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതിന് ഭയങ്കര ഒരു ഇതാണ്. ഈ മെറ്റീരിയൽ ലൈഫിൽ നമ്മൾ കാറിന് നമ്മുടെ ബോഡി കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മള് ഈ മുടി വെട്ടുക, ബ്യൂട്ടി പാർലറിൽ പോവാ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്യാദി എല്ലാം ചെയ്യുന്നുണ്ട്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ അകത്തൊന്നും ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. വളരെ നല്ല എക്സാമ്പിൾസ് ആയിരുന്നു പ്രഭു എല്ലാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വളരെ നന്നായിരുന്നു. ഞാൻ കംപ്ലീറ്റ് കേട്ടായിരുന്നു ഇന്നത്തെ ലെക്ചർ. പ്രഭു ഇന്ന് അവിടെ ഇത് ഉണ്ടോ? ഇന്ന് ഹോളിഡേ ഉണ്ട്. ഞാൻ വിളിക്കാം, പ്രഭുവിനെ വിളിക്കാം. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. സ്വാഗതം. ഹരേ കൃഷ്ണ. കാലത്ത് ലഞ്ച് വരെയുള്ള ഭക്ഷണം കിട്ടി പ്രഭു. ആത്മാവിന് പ്രഭുവിന്റെ പ്രഭാഷണം കൊണ്ട്. ഹരേ കൃഷ്ണ. നന്നായിരുന്നു. പിന്നെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പ്രഭു പറഞ്ഞില്ലേ, ചോദ്യം ചോദിക്കാനുള്ള അർഹതയൊന്നും ഇല്ലാന്ന്. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. അതേപോലെ ഭക്തിരസമൃത സിന്ധുവിലെ ശ്ലോകം വളരെ സന്തോഷം. അർദ്ധ ശ്രീകൃഷ്ണ നാമാദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ വളരെ നല്ല ക്ലാസ് പ്രഭുജി. സന്തോഷം. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം പ്രഭുജി. ആ പുലിയുടെ കഥ അത് വളരെ വളരെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ, എല്ലാവരുടെ അടുത്തും പോയി ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്. ഹരേ കൃഷ്ണ. പക്ഷെ പൊതുവെ പറയാ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം എന്നല്ലേ, ചോദ്യങ്ങൾ ചോദിച്ചാലേ ഉള്ളൂ നമ്മുടെ ഇത് ഉയർച്ച ഉണ്ടാവുള്ളൂ എന്നും പറയണ കേൾക്കണുണ്ടല്ലോ പ്രഭുജി. ആണ് മാതാജി. ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചപ്പോൾ കിട്ടിയ ആൻസർ ചോദ്യം ചോദിക്കാനുള്ള കാര്യത്തിൽ നിന്നും എന്നെ വെളിയിലോട്ടാക്കി. അതായത് ഞാൻ ആദ്യമായി ഇസ്കോണിൽ പോയപ്പോ അവിടെ സാഫ്രോണൊക്കെ ഇട്ട ഗുരുക്കന്മാരെ കണ്ടു. അപ്പൊ എന്റെ ശിഷ്യാഗുരു പ്രിയപ്പെട്ട ഹിസ് ഗ്രേസ് സുദർശൻ ദാരിദാസ് പ്രഭു അവിടെ ഇരിക്കുകയുണ്ടായിരുന്നു. അപ്പൊ ചുറ്റും കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഓരോരുത്തർ പറയാണ്, ഈ പ്രഭുവിന്റെ അടുത്ത് എന്ത് ചോദിച്ചാലും പറയും കേട്ടോ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു നോട്ട് ബുക്കിൽ എന്തെങ്കിലും ഓർമ്മ വരുമ്പോൾ അതെല്ലാം എഴുതി, ക്വസ്റ്റ്യൻ ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്കൊക്കെ സബ്ജക്റ്റ് ആയിട്ട് എഴുതിയിട്ട് ഞാൻ ചോദ്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് പോകും. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ പോയി ചോദിച്ചു, പ്രഭു സൂര്യന് താഴെ എന്ത് ചോദ്യം ചോദിച്ചാ പ്രഭു പറയൂ എന്ന്. അപ്പൊ എന്റെ അഹങ്കാരവും എന്റെ ജാടയും അദ്ദേഹം റീഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാ സൂര്യന് താഴെയുള്ള കാര്യം ചോദിക്കുന്നത്?
സൂര്യന് മുകളിലുള്ള കാര്യങ്ങളും ചോദിച്ചോളൂ. ഹരേ ഇതിന്റെ കൃഷ്ണ. എല്ലാത്തിനും ഉത്തരം ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. ഞാൻ ഭാഗവതം നോക്കി പറഞ്ഞു തരാന്ന് പറഞ്ഞു. അതോടുകൂടി എന്റെ കാറ്റ് പോയി. കാരണം ഞാൻ ഇതുവരെ ഈ ലോകത്ത് കണ്ടിട്ടുള്ള ആൾക്കാർ സൂര്യനതാ എന്ത് ചോദിച്ചാലും പറയാം എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് ശാന്തനായ ഒരു ഋഷിവര്യൻ എന്റെ മുഖത്ത് നോക്കി താഴത്തെ ചോദ്യം മാത്രം ചോദിക്കുന്നതിന് മേലുള്ളതും ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ചോദ്യമേ ഇല്ല. ഹരേ കൃഷ്ണ. പിന്നെ അത് എന്ത് പറയുമോ അതെല്ലാം മിണ്ടാതെ കേട്ടോണ്ട് മാത്രമേ ഇരുന്നുള്ളൂ. ഒരു ചോദ്യം പിന്നെ ചോദിക്കാൻ പോയില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ ആൻസറും അതായത് കിട്ടിയെന്നർത്ഥം. ആ ഒരു ജ്ഞാനം അവിടെ നമുക്ക് ഒരു ബോധ്യായി എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. അതെ, അതാണ് ഹരേ കൃഷ്ണ ഭക്തന്മാരുടെ ഫ്രണ്ടിൽ ചാടി കൊടുത്താൽ അവസ്ഥ നമ്മൾ ഹരേ കൃഷ്ണ. റെഡിയാക്കി എടുക്കും. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. അത് പക്ഷെ ഭയങ്കര ഒരു നോട്ട് ചെയ്യേണ്ട ഒരു കഥയാണത്. ഹരേ കൃഷ്ണ. അതെ അതെ തീർച്ചയായും. ഹരേ കൃഷ്ണ പ്രഭുജി. ആ മാതാജി പ്രണാം. അതായത് 3-ാം സ്കന്ധത്തിലെ ഒരു പർപ്പോട്ടിൽ പറയുന്നുണ്ട്, ആ. ഭൗതിക ദൃഷ്ടിയിൽ സൗന്ദര്യവും ഐശ്വര്യവുമുള്ള എന്തിനേയും ആസ്വദിക്കുന്നവർ കാക്കകൾക്ക് തുല്യരാണ്. കാക്കകൾ എപ്പോഴും ചപ്പുചവറുകളുടെ മാലിന്യ കുനകൾ ചിക്കി ഇളക്കിക്കൊണ്ടിരിക്കും. അതേസമയം അരയന്നങ്ങൾ അവയോട് ഇടപഴകാറില്ല എന്ന് മാത്രമല്ല, അവ മനോഹരങ്ങളായ ഫലോദ്യാനങ്ങളാൽ ചുറ്റപ്പെട്ട താമരമലരുകൾ നിറഞ്ഞ തടാകങ്ങളിൽ നിന്നും ആനന്ദം കണ്ടെത്തുന്നു. പുറകോട്ട് പറയുന്നത് അതുപോലെ ഭഗവാന്റെ അത്യാപാരമായ സൗന്ദര്യം ആസ്വദിക്കുക, അതിൽ ഇടപഴകണം നമ്മൾ സാധാരണ മനുഷ്യർ എന്നുള്ളതിന്റെ ഒരു പുറകോട്ടിൽ പറയുന്ന ഒരു ഉപമ ഉൽപ്രേക്ഷയൊക്കെ ചേർത്ത ഒരു പുറകോട്ടാണ്. സൂപ്പർ ഹരേ സൂപ്പർ 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 നന്നായിരിക്കും നന്നായിരിക്കും സൂപ്പർ സൂപ്പർ. പ്രഭു ആ പ്രഭു ക്ലാസ് നമ്മളെ പോലുള്ളവർക്ക് ഇതിന്റെ ഓരോ പോയിന്റുകളും പ്രഭു എടുത്തെടുത്ത് പറഞ്ഞു. നമ്മൾ പലതും കമ്പ്ലീറ്റ്ലി ചോദിക്കണമെന്ന് വിചാരിച്ചതിന് എല്ലാം ആൻസർ കിട്ടി. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. നന്നായിരുന്നു ക്ലാസ്. കൃഷ്ണകൃപ. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം. എന്നോട് ക്ഷമിക്കുക, ഇന്ന് ഒരുപാട് സമയം നമ്മൾ എടുത്തു. പക്ഷെ രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ ഒക്കെ നമ്മൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം ഗംഭീരമായി. നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം. ഭഗവാൻ അനുഗ്രഹിച്ച് ആയുസ്സും ആരോഗ്യവും ഒക്കെ നമുക്ക് തരട്ടെ. ശ്രീമദ് ഭാഗവതം 18,000 ശ്ലോകവും നമുക്ക് കംപ്ലീറ്റ് ചർച്ച ചെയ്യാനുള്ള ഭാഗ്യം ഭഗവാൻ നമുക്ക് തരും. എല്ലാവരും എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ക്ലാസ്സിൽ കയറാൻ ശ്രമിക്കുക. വന്ന എല്ലാവർക്കും രാധാ നീലമാ സത്സംഗിന്റെ പേരിൽ നന്ദി പറയും. ഹരേ കൃഷ്ണ.